ജീവനക്കാർക്ക് പണിയെടുക്കുന്ന ആളുകൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കാതെയും ഈ സംസ്ഥാനത്തെ സർക്കാർ സംവിധാനം തകർത്തുകൊണ്ടും മുന്നോട്ട് പോകാമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിചാരിക്കുന്നില്ല എന്ന് മാത്രമല്ല, പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക, അതിനധികം ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ പ്രതിപക്ഷമായിരിക്കും വാഗ്ദാനങ്ങൾ കൊടുക്കുകയും ഭരണപക്ഷത്തേക്ക് വന്നാൽ ജനങ്ങളുടെ ആകെ താല്പര്യങ്ങൾ, ജീവനക്കാരുടെ താല്പര്യങ്ങൾ ഹനിക്കുകയും ചെയ്ത UDF-നെ ആട്ടിൻതോലിട്ട ചെന്നായാണെന്നൊക്കെ തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്കറിയാം, സർക്കാർ ജീവനക്കാർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രതിപക്ഷ രാഷ്ട്രീയത്തിന് ഉശിരു പകരാൻ നടത്തിയ പണിമുടക്ക് പൊളിയുന്നതാണ് കണ്ടത്. ഭൂരിഭാഗം സർക്കാർ ഓഫീസുകളിലും 90% ജീവനക്കാരും ജോലിക്ക് ഹാജരായി. സ്കൂളുകളും നന്നായി പ്രവർത്തിച്ചു. കേന്ദ്ര സർക്കാർ നിരന്തരം സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ച് ജനജീവിതം ദുസ്സഹമാക്കുന്നു. കേരളത്തിന് കിട്ടേണ്ട നികുതി വിഹിതം ന്യായീകരണമില്ലാതെ വെട്ടിക്കുറയ്ക്കുന്നു. ധനവിഹിതത്തിൻ്റെ വിതരണത്തിൽ മറ്റൊരു സംസ്ഥാനത്തോടും കാട്ടാത്ത കടുത്ത വിവേചനം കാട്ടുന്നു. അങ്ങനെയൊരു കാലത്താണ് ആനുകൂല്യങ്ങളും അവകാശങ്ങളും പറഞ്ഞ് ഒരു പറ്റം ജീവനക്കാരും അധ്യാപകരും പണിമുടക്കിനിറങ്ങിയത്. അധ്യാപകരും ജീവനക്കാരും നാട്ടുകാരും ആ പണിമുടക്ക് പൊളിച്ചു കൊടുത്തു. സർക്കാർ ജീവനക്കാർക്ക് നൽകാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും കാലോചിതമായി നൽകുന്നുണ്ടെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കാര്യത്തിൽ ഒരു വെട്ടിക്കുറവും വരുത്തിയിട്ടില്ലെന്നും ധനമന്ത്രി പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടിയായി നിയമസഭയിൽ വ്യക്തമാക്കി. അതേസമയം ജീവനക്കാർക്ക് ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള കുടിശ്ശികയാണ് ഇപ്പോഴുണ്ടായതെന്ന് പ്രതിപക്ഷവും ആരോപിക്കുന്നു. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് K. അനിൽകുമാർ CPIM, അഡ്വക്കേറ്റ് അനിൽ ബോസ് കോൺഗ്രസ്, M. ജയചന്ദ്രൻ മാധ്യമപ്രവർത്തകൻ. ആദ്യം കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് അനിൽ ബോസിലേക്ക്. അനിൽ ബോസ്, ഇന്നത്തെ ഈ പണിമുടക്ക് അത് ജീവനക്കാരും അധ്യാപകരും പൊതുസമൂഹവും ഏറ്റെടുക്കാതെ പൊളിഞ്ഞുപോയ ഒന്നല്ലേ? അതിന് ഏറ്റവും കാതലായി നമ്മൾ പരിശോധിക്കേണ്ടത് ഇന്നത്തെ ഹാജർ നിലയാണ്. ആ ഹാജർ നില വ്യക്തമാക്കുന്നത് അതുതന്നെയാണ്. ശ്രീ അനിൽ ബോസ്. ഞാൻ വലിയ സന്തോഷത്തോടു കൂടിയാണ് കൈരളിയുടെ ടൈറ്റിൽ കേട്ടുകൊണ്ടിരുന്നത്, പൊളിഞ്ഞ പണിമുടക്ക്. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ കയ്യിൽ എന്തായാലും സർക്കാർ രേഖകൾ ഹാജർ പരിശോധിക്കാനായിട്ട് അതൊന്നും എൻ്റെ കയ്യിലില്ലല്ലോ. എന്തായാലും ശരത്ത് ഒരു കാര്യം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇന്ന് പണിമുടക്ക് ആഹ്വാനം ചെയ്തത് കോൺഗ്രസ് അനുകൂല സംഘടനകളാണ്. സെറ്റോ, NGO അസോസിയേഷനും സെക്രട്ടേറിയറ്റ് സ്റ്റാഫും PSC സ്റ്റാഫും അധ്യാപകരും അങ്ങനെ എല്ലാ വിഭാഗം ജീവനക്കാരും പണിമുടക്കിന് ഇറങ്ങി. പണിമുടക്ക് 100% വിജയിച്ചു എന്ന് സർക്കാരിന് നല്ല ബോധ്യമുണ്ട്. ഒറ്റ കാര്യമേ ഞാൻ ചോദിക്കുന്നുള്ളൂ, ഭരിക്കുന്ന സർക്കാരിനെ അനുകൂലിക്കുന്ന ജോയിൻറ്റ് കൗൺസിൽ ഇന്ന് പണിമുടക്കിയിട്ടുണ്ടോ ഇല്ലയോ? ഈ സർക്കാരിനെ അനുകൂലിക്കുന്ന ജോയിൻറ്റ് കൗൺസിൽ ഇന്ന് ഞങ്ങളുടെ സംഘടനകൾ നടത്തിയ പണിമുടക്കിനൊപ്പം ചേർന്ന് പണിമുടക്ക് നടത്തിയിട്ടുണ്ട്. താങ്കൾ നിഷേധിക്കുന്നുണ്ടോ? എന്തിനാണ് കേരളത്തിലെ ഗവൺമെൻറ്റിനെ അനുകൂലിക്കുന്ന ജോയിൻറ്റ് കൗൺസിൽ ഇന്ന് പണിമുടക്കിയത്? കേരളത്തിലെ ഞാനൊരു 5-6 ഓഫീസുകൾ ഉദാഹരണ സഹിതം എടുത്തു തരാം. കോട്ടയത്ത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ അനിൽകുമാർ CPM-ൻ്റെ പ്രതിനിധിയാണ്. അദ്ദേഹം വിളിച്ചൊന്ന് അന്വേഷിക്കട്ടെ. കോട്ടയം താലൂക്ക് ഓഫീസിൽ, കോട്ടയം കളക്ടറേറ്റിൽ NGO യൂണിയൻ ജീവനക്കാർ, നിങ്ങളുടെ അനുയായികൾ, ഇടതുപക്ഷ ഉദ്യോഗസ്ഥ സംഘടനയുടെ അനുയായികൾ ഇന്ന് പണിമുടക്കിൽ പങ്കെടുത്തിട്ടുണ്ട്. തർക്കമുണ്ടെങ്കിൽ ഞാനും അനിലും കൂടി നാളെ നമുക്ക് ആ ഓഫീസിൽ സിറ്റിംഗ് നടത്താം. ഞാൻ റെഡിയാണ്. NGO യൂണിയൻ്റെ നേതൃത്വത്തിൻ്റെ തിട്ടൂരമനുസരിച്ച് പ്രവർത്തിച്ച് വന്നിരുന്ന യൂണിയൻ അംഗങ്ങൾ ഇന്ന് പണിമുടക്കിയിട്ടുണ്ട്. തെളിവ് സഹിതം ഞാൻ പറയാം, തെളിവ് സഹിതം. അപ്പോൾ വളരെ കൃത്യമായ ബോധ്യത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നു, സർക്കാർ എല്ലാ പ്രലോഭനങ്ങളും നടത്തി, ഭീഷണിപ്പെടുത്തി, പോലീസിനെ ഉപയോഗിച്ച് ഇന്ന് തന്നെ പലയിടങ്ങളിലും സമരക്കാർക്കെതിരെയുള്ള ഇടപെടൽ നടത്തിയിട്ടുള്ള NGO യൂണിയൻ്റെ പല ആളുകളുമുണ്ട്. ഞങ്ങൾക്കറിയാം. ഈ സമരം പൊളിക്കാൻ നടത്തിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾക്കറിയാം, ഭീഷണികൾ ഞങ്ങൾക്കറിയാം. പക്ഷേ ഒന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്, രാഷ്ട്രീയ താല്പര്യമാണ് ഞങ്ങളുടെ സമരമെന്ന് ചൂണ്ടിക്കാണിച്ച് സമരം പൊളിഞ്ഞു എന്ന് വരുത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഈ സമരം വിജയിച്ചതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് NGO യൂണിയൻ അംഗങ്ങൾ പണിമുടക്കിൻ്റെ ഭാഗമായവരുണ്ട്. അതോടൊപ്പം ഈ സർക്കാരിനെ അനുകൂലിക്കുന്ന നിങ്ങളുടെ മുന്നണിയിലെ കക്ഷിയായിട്ടുള്ള CPI-യുടെ ഉദ്യോഗസ്ഥ സംഘടനയായിട്ടുള്ള ജോയിൻറ്റ് കൗൺസിൽ സമരത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്.
ശരി, ഞാൻ അനിൽ ബോസിലേക്ക് വരികയാണ്, തിരിച്ചു വരാം. ഇതാണ് എനിക്ക് പ്രാഥമികമായി ഓക്കെ, മനസ്സിലായി. ഇന്നിപ്പോൾ ഈ ഭീഷണിയെക്കുറിച്ച് പറയുമ്പോൾ ഇന്നത്തെ വാർത്തകളിൽ വന്ന ഒന്നുകൂടിയുണ്ട്. കണ്ണൂരിൽ സംഘടനാ നേതാവ് ഒരു ജീവനക്കാരനോട് സമരത്തിൽ പങ്കെടുക്കാത്തതിൻ്റെയും മറ്റും ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ ശബ്ദരേഖയൊക്കെ ഇന്ന് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൂളും പൂട്ടിപ്പോയ ഒരു പ്രധാന അധ്യാപകൻ, സ്കൂൾ പൂട്ടി സമരത്തിന് പോകുന്ന, അത് കേട്ടുകേഴ്വിയില്ലാത്തതാണ്. സമരത്തിന് പോകണമെങ്കിൽ അധ്യാപകനോ ജീവനക്കാരനോ പോയാൽ മതി, പക്ഷേ സ്കൂൾ പൂട്ടിപ്പോകുന്നതിന് പിന്നിൽ വേറൊരു മനോഭാവമുണ്ട്. ഏതായാലും ആ അധ്യാപകന് പൂട്ട് വീണിട്ടുണ്ട്, സസ്പെൻഷനിലായിട്ടുണ്ട്. ഇവിടെ ഞാൻ ശ്രീ അനിൽകുമാറിനോട് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ശ്രീ അനിൽ ബോസ് പറഞ്ഞതിൻ്റെ തുടർച്ചയിൽ ചോദിക്കാനുള്ളത്, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ സർക്കാർ സംവിധാനങ്ങളില്ല, അതുകൊണ്ട് ഹാജർ നില പരിശോധിക്കാൻ കഴിയുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ എന്നാൽ അദ്ദേഹത്തിന് ബോധ്യമുള്ള വേറെ എവിടേക്കോ ചില അനുഭവങ്ങൾ കോട്ടയവുമായി ബന്ധപ്പെട്ട് പറയുകയും ചെയ്തു. ഇന്നത്തെ ഹാജർ നില നോക്കിയാൽ 90%-ലധികം ഹാജർ നില സെക്രട്ടേറിയറ്റ് മുതൽ ഇങ്ങോട്ട് ഉണ്ട്. അതുപോലെ തന്നെ സ്കൂളുകളുടെ പ്രവർത്തനം എവിടെയെങ്കിലും സ്തംഭിച്ചു പോയിരുന്നെങ്കിൽ ഇന്നതൊരു വലിയ വാർത്തയായി തന്നെ വന്നേനെ. അടഞ്ഞുകിടക്കുന്ന സ്കൂളുകളൊക്കെ വലിയ തോതിൽ തന്നെ മാധ്യമങ്ങളിലൂടെ കാണാൻ കഴിയുമായിരുന്നു, സമൂഹ മാധ്യമങ്ങളിലൂടെ അങ്ങനെ കാണാൻ കഴിയുമായിരുന്നു. വലഞ്ഞ കുട്ടികൾ, അല്ലെങ്കിൽ ഓഫീസുകളിലേക്ക് എത്തി കാര്യങ്ങൾ നടക്കാതെ മടങ്ങിപ്പോകുന്നവരുടെ നൊമ്പരം, ഇതെല്ലാം നമ്മൾ കാണേണ്ടതാണ് സ്വാഭാവികമായി. പക്ഷേ ഇന്ന് അത്തരം കാഴ്ചകൾ കണ്ടില്ല എന്ന് മാത്രമല്ല, വന്ന ഹാജർ നില അത് ഒരു സമരത്തെ സംബന്ധിച്ച്, സമരം ആഹ്വാനം ചെയ്തവരുടെ അവരെ അന്താളിപ്പിക്കുന്നതാണ്. എന്തുമാവട്ടെ, ഇവിടെ പക്ഷേ 100% വിജയമെന്നാണ് ശ്രീ അനിൽ ബോസ് അവകാശപ്പെട്ടത്. അതിന് അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഭരണാനുകൂല സംഘടനയായ ജോയിൻറ്റ് കൗൺസിലിൻ്റെ സാന്നിധ്യം കൂടി പരാമർശിച്ചുകൊണ്ടുമാണ്. എന്താണ് മറുപടി? ഒരു മാസക്കാലം കേരളത്തിലെ സർക്കാർ ഓഫീസുകൾ പൂട്ടിയിട്ടാലും കേരളത്തിൽ ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പേരല്ല പിണറായി വിജയൻ. 1498 സർക്കാർ സ്കൂളുകൾ അൺഎക്കണോമിക്കാണ് എന്ന് പറഞ്ഞ് ഈ കേരളത്തിലെ വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ട മുഖ്യമന്ത്രിയുടെ പേരല്ല പിണറായി വിജയൻ. സർക്കാർ ആശുപത്രിയിൽ ജനിച്ച്, സർക്കാർ സ്കൂളിൽ പഠിച്ച്, സർക്കാർ ഓഫീസിൽ ജോലിക്ക് കിട്ടത്തക്ക വിധം പരീക്ഷ എഴുതി, സർക്കാർ ശമ്പളം വാങ്ങിച്ച്, സർക്കാരിൻ്റെ ബസ്സിൽ യാത്ര ചെയ്ത്, സർക്കാരിൻ്റെ പെൻഷനും വാങ്ങി, സർക്കാരിൻ്റെ ശ്മശാനത്തിൽ അന്തി ഉറങ്ങുന്ന കാലം കഴിഞ്ഞുപോയി എന്ന് കേരളത്തോട് പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയല്ല പിണറായി വിജയൻ. കേരളത്തിൽ ആയുർദൈർഘ്യം കൂടുന്നതുകൊണ്ട്, പെൻഷൻകാരുടെ ആയുർദൈർഘ്യം എന്നതുകൊണ്ട് കേരളത്തിൻ്റെ ഖജനാവ് കാലിയായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആയുർദൈർഘ്യം കൂടുന്ന കേരളത്തിൽ പെൻഷൻകാർക്ക് പെൻഷൻ കൊടുക്കുന്നത് കേരളത്തെ തകർക്കുന്ന കാര്യമാണ്. കേരളത്തിൻ്റെ ഖജനാവ് തിന്നുന്ന പെരിച്ചാഴികളാണ് കേരളത്തിലെ പെൻഷൻകാരും സർക്കാർ ജീവനക്കാരും എന്ന് പറയുന്ന ഒരു നയമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. ഇതെല്ലാം പറഞ്ഞ ഒരു ധവളപത്രം കേരളത്തിലുണ്ടായിരുന്നു. ആ ധവളപത്രം ഇറക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ശ്രീ AK ആൻ്റണി പറഞ്ഞു, വികസനത്തിൻ്റെ ലാസ്റ്റ് ബസ്, വികസനത്തിൻ്റെ ബസ്സാണ്, ലാസ്റ്റ് ബസ്സാണ്. ഈ ബസ് ഓടണമെങ്കിൽ കൂലി കുറയ്ക്കണം, സർക്കാർ ജീവനക്കാരുടെ ശമ്പളം കുറയ്ക്കണം, DA കുറയ്ക്കണം. നിങ്ങൾ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് ഒരു മാസത്തെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സർക്കാർ ജീവനക്കാരുടെ പ്രത്യേകമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന റീഇംബേഴ്സ്മെൻറ്റ് അവകാശമുള്ള ലീവ് സറണ്ടർ ഇല്ലാതെയാക്കണം. സർക്കാർ ജീവനക്കാർക്ക് വീട് വെക്കാൻ കിട്ടുന്ന ആ ആനുകൂല്യങ്ങൾ, ഭവന നിർമ്മാണ ആനുകൂല്യങ്ങൾ അവകാശമല്ല, അത് വെട്ടിക്കുറയ്ക്കണം. കോവളത്ത് ഒരു പ്രത്യേക സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൽ UDFൻ്റെ എല്ലാ നേതാക്കളും പങ്കെടുത്തു. അതിൻ്റെ ഉൽപ്പന്നമായിരുന്നു കേരളത്തിലുണ്ടായ ധവളപത്രം. ബഹുമാനപ്പെട്ട ആൻ്റണി നാട് വിട്ടുപോയ ശേഷമാണ് കേരളത്തിൽ ദേശീയപാത വന്നത്. ബഹുമാനപ്പെട്ട ആൻ്റണി നാട് വിട്ടു പോയ ശേഷമാണ് ഗെയിൽ പൈപ്പ് ലൈൻ വന്നത്. ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള സർക്കാരിൻ്റെ കാലത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനമുണ്ടായത്. ദേശീയപാത നിർമ്മാണമടക്കം കേരളത്തിൽ നടപ്പാക്കാൻ കിബി പദ്ധതിയിലൂടെ കേരളം സ്വന്തമായി ഒരു പദ്ധതി വികസിപ്പിച്ചു. അതിൻ്റെ പേരിൽ കേന്ദ്ര സർക്കാർ കേരളത്തിൻ്റെ കടബാധ്യതയിൽ നമുക്കെടുക്കാനുള്ള അവകാശത്തിൽ ഒരു 28,000 കോടി രൂപ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഈ 28,000 രൂപ വെട്ടിക്കളഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുമായി ബന്ധപ്പെട്ട് കടം പറയേണ്ട ഒരു കാര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കേരളത്തിലെ സർക്കാർ ജീവനക്കാരോട് നിങ്ങൾക്ക് തരാനുള്ള DAയുടെ കുടിശ്ശികയിൽ ഒരു കടം പറഞ്ഞിരിക്കുന്നു. ആ കടത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ?
ഇതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ജീവനക്കാരോട് ചോദിക്കുന്നത്. അവിടെ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്നത്തെ സമരം കണ്ണു തുറപ്പിക്കേണ്ട സമരമാണ്. അത് എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കേണ്ട സമരമാണ്. ആ കണ്ണു തുറപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നോക്കാം. ബഹുമാനപ്പെട്ട ബാലഗോപാൽ പറഞ്ഞു, 32 ലക്ഷം ഒഴിവുകൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ സംസ്ഥാന സർവീസിൽ കിടക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ സർവീസിൽ 12 ലക്ഷം ഒഴിവുകൾ കിടക്കുന്നു. നിയമനം നടത്തുന്നില്ല. കേരളത്തിൽ നിയമനം നടത്താത്ത ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ? ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കുന്നു. ഞാൻ ശ്രീ അനിൽകുമാർ, ഏതായാലും സെക്രട്ടറി അടങ്ങുന്ന കമ്മിറ്റിയുടെ ഒരു നിമിഷം സർ, തീരുമാനപ്രകാരമല്ലാതെ ഒരു നിമിഷം, താങ്കൾ ഈ പറഞ്ഞതുപോലെ തന്നെയുള്ള താരതമ്യങ്ങളിലേക്ക് ഈ ചർച്ചയ്ക്ക് പോകേണ്ടതായി വരും. പക്ഷേ ഒരു പണിമുടക്ക് കഴിഞ്ഞ് പണിമുടക്കിനെ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കുമ്പോൾ വരുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട ചോദ്യം, ആ പണിമുടക്ക് വിജയമായിരുന്നോ അതോ പരാജയമായിരുന്നോ അതോ പൊളിഞ്ഞു പോയോ എന്നുള്ളതാണ്. അതിൽ കോൺഗ്രസ് പ്രതിനിധിയായിട്ടുള്ള അനിൽ ബോസ് പറഞ്ഞ ആ വാദഗതിയിൽ താങ്കളൊരു കമൻറ്റ് കേട്ടുകൊണ്ട് നമുക്ക് അതിലേക്ക് വരാം. ഈ ഡീറ്റെയിൽസിലേക്ക് വേറെയും വരാം, ഇനിയും വരാം. ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, വൈയക്തികമായി പണമെന്ന് പറഞ്ഞാൽ പണമാണ്. ആ പണത്തിന് എപ്പോഴും വിലയുണ്ട്. യേശുദേവൻ നേരിട്ട് തിരഞ്ഞെടുത്ത ശിഷ്യന്മാരിൽ ഒരാൾക്ക് പണം കണ്ടപ്പോൾ നിൽക്കാനായില്ല. ഇതൊക്കെ മനുഷ്യ സഹജമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് അത്തരം പ്രലോഭനങ്ങളിൽ ആരെങ്കിലും വീണിട്ട് പോയിട്ടുണ്ടോ, പണമെന്നതിനെ സംബന്ധിച്ച് മുൻഗണന കൊടുത്തുകൊണ്ട് ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ എന്നതിൻ്റെ കണക്കിലല്ല ഈ രാഷ്ട്രീയം നിൽക്കുന്നത്. അങ്ങനെ പണിമുടക്കിനെതിരായി ആ സമരത്തിൽ പങ്കെടുക്കുകയും അതിൻ്റെ ഭാഗമായി നിന്ന അതിന്യൂനപക്ഷം വരുന്ന മനുഷ്യരെ കൂടി ചേർത്തുകൊണ്ടാണ് പറയുന്നത്. അവരോട് കൂടിയാണ് പറയുന്നത്. നിങ്ങൾ കണ്ണു തുറന്നു നോക്കുക. അയൽ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാർ സർവീസിൽ ഒറ്റ കാര്യമേ എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാറുള്ളൂ. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി നിയമസഭയിൽ റൂൾ 300 പ്രകാരം പറഞ്ഞു, നടപ്പാക്കും. സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു, ശമ്പള പരിഷ്കരണം അവകാശമാണ്. അങ്ങനെ പറയുന്നൊരു മുഖ്യമന്ത്രിയെക്കുറിച്ച് സമരം നടത്താൻ അവകാശമുണ്ട്. നിങ്ങളെ സമരം പഠിപ്പിച്ചത് ഞങ്ങൾ തന്നെയാണ്. അത് നല്ലതാണ്. ഏതായാലും അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. ഈ സമരം ഒരു വിജയം കൈവരിച്ചു. ഞാൻ വീണ്ടും അത് ചോദിക്കേണ്ടി വരുന്ന ഒരു സമരത്തിൻ്റെ സാഹചര്യത്തിൽ അനുഭവിച്ചിരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് താങ്കൾ ഒരു വിമുഖത കാട്ടുന്നു എന്നുള്ളത്. സമരം ഒരു രാഷ്ട്രീയ വിജയമാണ്, സമരം ഒരു വിജയമാണ് എന്ന് അവകാശപ്പെടാൻ കഴിയുമോ? ഞാൻ വീണ്ടും അനിൽകുമാറിനോട് ചോദിക്കുകയാണ്. അല്ല, രാഷ്ട്രീയ വിജയം LDFനാണ്. രാഷ്ട്രീയ വിജയം LDFനാണ്. കാരണം ഈ പണിമുടക്ക് ഇങ്ങനൊരു അവസരത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നടത്തിയിട്ടുള്ള ക്യാമ്പയിൻ ഉണ്ട്. ആ ക്യാമ്പയിൻ സർക്കാർ ജീവനക്കാരുടെ മനസ്സിലെത്തിയിട്ടില്ലേ? ആലോചിച്ച് നോക്കൂ. ഇവിടെ ഇന്ന് നിയമസഭയിൽ ബഹുമാനപ്പെട്ട KN ബാലഗോപാൽ പറഞ്ഞത്, മുഖ്യമന്ത്രി അവിടെ സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത്, ഇന്ത്യയിലെ അവസ്ഥ, മറ്റ് സംസ്ഥാനങ്ങളിലെ അവസ്ഥ, ഇതൊക്കെ പറയാൻ അവസരം തന്നു എന്ന് പറഞ്ഞാൽ പണിമുടക്കിന്റെ രാഷ്ട്രീയ വിജയം LDFനാണ്. അവസരം തന്നു. അതെ, സമരക്കാർ ഉദ്ദേശിച്ചതല്ല ഫലത്തിൽ സംഭവിച്ചത് എന്നുള്ളതാണ് പറഞ്ഞു വെച്ചതിൻ്റെ ഒരു അർത്ഥം എന്ന് വിചാരിക്കുന്നു. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജയചന്ദ്രൻ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളം കടന്നു പോകുന്ന ഒരു കാലത്തിൻ്റെ പ്രശ്നമുണ്ട്. ആ പ്രശ്നം അടക്കം ചർച്ച ചെയ്യുന്നതിന് ഈ പണിമുടക്ക് വേദി ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ശ്രീ അനിൽകുമാർ പറഞ്ഞതുപോലെ മന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഈ ഞെരുക്കങ്ങൾക്കിടയിലും പ്രഖ്യാപിച്ചതിനും അധികമായി കാര്യങ്ങൾ ഏറ്റെടുക്കാനുള്ള നടപടികളിലാണുള്ളത്. ജീവനക്കാർക്ക് ഈ സർക്കാരിന് നൽകാനുള്ള ഉറപ്പതാണ്. പറഞ്ഞ കാര്യങ്ങളും അതിലധികവും ചെയ്യുമെന്ന് തന്നെയാണ്. പറയുന്നതും പ്രവർത്തിക്കുകയും രണ്ടാവില്ല. ഭരണപക്ഷത്തിരിക്കുമ്പോൾ ഒരു നിലപാട്, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മറ്റൊന്ന്. ഈ നില ഇടതുപക്ഷത്തെ സംബന്ധിച്ചില്ല. ഈ നിലയിലൊക്കെ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥകളിൽ നിന്ന് ഇപ്പോൾ ശ്രീ അനിൽകുമാർ പറഞ്ഞ പോലെ ചില കടം പറയലുകൾ വേണ്ടി വന്നിട്ടുണ്ട്. ഇതാണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചത്. പക്ഷേ അവരുടെ അവകാശങ്ങൾ ഒരു തരത്തിലും വെട്ടിക്കുറയ്ക്കില്ല, അത് കൊടുത്തു തന്നെ മുന്നോട്ട് പോകും എന്ന് ആവർത്തിച്ചു പറയുന്നുണ്ട്. എന്നാൽ എല്ലാ ആനുകൂല്യങ്ങളും കടത്തിലാണ്, കുടിശ്ശികയിലാണ് എന്നുള്ളതാണ് ഒരു പ്രതിപക്ഷ ആരോപണം ഇതുമായി ബന്ധപ്പെട്ട്. സ്വാഭാവികമായും അങ്ങനെ വരുമ്പോൾ താങ്കളെപ്പോലെ ഒരു മാധ്യമ പ്രവർത്തകൻ ഈ പണിമുടക്കിൻ്റെ ഒരു സാധ്യത എങ്ങനെയായി മാറി? അത് വിജയകരമായിട്ടുണ്ടോ അതോ സംഘാടകരെ പോലും വല്ലാതെ വിഷമിപ്പിക്കുന്ന വിധത്തിലേക്ക് അതിൽ പങ്കാളിത്തം കുറഞ്ഞു പോയിട്ടുണ്ടോ? താങ്കളൊരു അനുഭവം, കാഴ്ചപ്പാട് ഇതേക്കുറിച്ച് ഇന്നെന്താണ്? നേരത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്ന അനിൽ ബോസ് എൻ്റെ പ്രിയ സുഹൃത്താണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞതിലൊരു വലിയ അപാകത പറ്റിയിട്ടുണ്ട് ഈ സമരവുമായി ബന്ധപ്പെട്ട്. എന്താണെന്നറിയാമോ? അത് ഇന്നത്തെ സമരം, പണിമുടക്ക് എന്ന് പറയുന്ന ആ സംഗതി, അത് പണിമുടക്കല്ലെന്നേ.
അത് വ്യക്തമാക്കിയിട്ടുണ്ട് സമരക്കാർ നേരത്തെ തന്നെ. പിന്നെന്താണ് അവർ വ്യക്തമാക്കിയത്? ഇത് സൂചനാ പണിമുടക്കാണ്. സൂചനയാണിത്, സൂചന മാത്രം. സൂചന കൊണ്ട് ഫലിച്ചില്ലെങ്കിൽ സമരം ഞങ്ങൾ വ്യാപിപ്പിക്കും. പഴയ മുദ്രാവാക്യങ്ങളെല്ലാം ഓർക്കുന്നുണ്ടല്ലോ, ഈ ഒറ്റ സെക്കൻഡൂടെ നമ്മുടെ മനസ്സിൽ വരില്ലേ? അല്ല, വ്യാപിപ്പിക്കാൻ സൂചനാ കഴിയുമോ? പണിമുടക്കാണ്. അങ്ങനെ വ്യാപിപ്പിക്കാൻ കഴിയുമോ? ഈ സൂചന അല്ല, അത് പറയാം. അതായത് ഇത് പണിമുടക്കം അല്ല. ഇതൊരു പണിമുടക്കായിട്ട് നടത്താത്ത എന്തുകൊണ്ടാണെന്നുള്ളതാണ് പിന്നീട് രണ്ടാമത്തെ ചോദ്യം വരുന്നത്. ഇപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ പിന്നെ അനിൽബോസ് പറഞ്ഞതുപോലെ ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ പിന്നെ അധ്യാപക സർവീസ് സംഘടന സംയുക്ത സമരസമിതിയാണ് ഈ സൂചന പണിമുടക്കമായിട്ട് വരുന്നത്. അതുണ്ട്. അത് പിന്നെ ഭയങ്കര എക്കോ വരുന്നുണ്ട്. PCR ഒന്ന് പറയണം. പറയാം. ശരത്ത്. അപ്പോ അത് വരുന്ന ഈ പണിമുടക്ക് ഇങ്ങനെ വരുമ്പോ ഞാന് ഇന്നലത്തെ പിന്നെ അത് കൃത്യമായി തന്നെ പറഞ്ഞു പോകണമല്ലോ, അതുകൊണ്ടാണ് പറയുന്നത്. ഇന്നലത്തെ ജനയുഗം ദിനപത്രത്തിൽ CPIയുടെ പിന്നെ മുഖപത്രമാണല്ലോ, അതിൽ ജോയിന്റ് കൗൺസിലിന്റെ നേതാവ് ജയചന്ദ്രൻ കല്ലിങ്ങൽ എഴുതിയിട്ടുള്ള ഒരു ലേഖനമുണ്ട്. അതിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു. ആ ലേഖനം അവസാനിപ്പിക്കുന്ന പാരഗ്രാഫിൽ ഇങ്ങനെയാണ് പറയുന്നത്. പിന്നെ സാമ്പത്തിക ജീവനക്കാരുടെ ജീവിതാവസ്ഥ ഉൾക്കൊണ്ട് മുഖ്യമന്ത്രി നിയമസഭയിൽ ചട്ടം 300 പ്രകാരം ആനുകൂല്യങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് പ്രഖ്യാപനം നടത്തിയതാണ്. എന്നാൽ തുടർ ഉത്തരവ് പുറപ്പെടുവിക്കാനോ നടപടികൾ സ്വീകരിക്കാനോ ധനകാര്യ വകുപ്പിന് കഴിഞ്ഞില്ല. അപ്പോൾ മുഖ്യമന്ത്രി ചട്ടം 300 പ്രകാരം ഇതെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞതാണ്. തുടർ ഉത്തരവ് പുറപ്പെടുവിക്കാനായിട്ട് ധനകാര്യ വകുപ്പിന് കഴിഞ്ഞില്ല. ഇതാണ് ഡയറക്റ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ പിന്നെ പൊളിറ്റിക്കൽ ക്രിറ്റിസിസം എന്ന നിലയിൽ കാണേണ്ടത്. അതിനാണ് ഇന്ന് കണിശമായ മറുപടി. ആ മറുപടി കണിശതയുള്ള മറുപടിയായിരുന്നു ധനമന്ത്രി KN ബാലഗോപാലിന്റെ. അക്കമിട്ടാണ് അദ്ദേഹം ഈ ആരോപണം ധനമന്ത്രിക്ക് നേരെയാണ്, മുഖ്യമന്ത്രിക്ക് നേരെയല്ല എന്നുള്ളതുകൊണ്ട് തന്നെ അക്കാര്യത്തിന് ധനമന്ത്രി നിയമസഭയിൽ അക്കമിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ മുമ്പിലുണ്ട്, ആ മറുപടി നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പോയി സമയം കളയുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പിന്നെ 2024 ജൂലൈ 10-നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ ചട്ടം 300 പ്രകാരം വിഷയങ്ങൾ അവതരിപ്പിച്ചത്. കേരളത്തിന്റെ ഭരണപരമായി നേരിടുന്ന വിഷയങ്ങൾ അതിന്റെ സമഗ്രതയിൽ തന്നെ നിയമസഭയിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ആ ചട്ടം 300 പ്രകാരം വിഷയം അവതരിപ്പിച്ചത്. അതിൽ സുവ്യക്തമായി പറയുന്നുണ്ട്. പിന്നെ പേജ് 7-ൽ 11-12 ഇനങ്ങളിൽ തന്നെ അത് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നൽകുവാനുള്ള DA DR ശമ്പള പരിഷ്കരണ കുടിശ്ശിക എന്ന ഇനത്തിൽ, ഞാനത് വായിക്കുന്നില്ല, പിന്നെ 7-ാം പേജിൽ ഇനം 12 അതിൽ വ്യക്തമായിട്ട് മുഖ്യമന്ത്രി പറയുകയാണ് അത് പിന്നെ സമയബന്ധിതമായി കൊടുത്തു തീർക്കും. DA കുടിശ്ശിക. അത് DA കുടിശ്ശികയാണ് ജീവനക്കാർക്കിടയിലുള്ള വലിയ ഒരു വിപ്രതിപത്തി. അത് ഞാനും അംഗീകരിക്കുന്നു സ്ഥലത്തെ, അതുണ്ട്. പിന്നെ എന്നോട് തന്നെ ഇടതുപക്ഷക്കാരായ സർവീസ് സംഘടനയുടെ നിരവധി പ്രവർത്തകർ DA കുടിശ്ശിക കിട്ടാത്തതിന്റെ പ്രയാസങ്ങൾ, അവർക്കുണ്ടാകുന്ന വ്യക്തിപരമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എന്നോട് പല ഘട്ടങ്ങളിലായി പറഞ്ഞിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ആ ഒരു പ്രയാസമുണ്ട്. അതിനെ ഇവിടെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ നോക്കുകയായിരുന്നു കോൺഗ്രസ്. അവരുടെ ആ പ്രയാസത്തിനെ രാഷ്ട്രീയമായി മുതലെടുക്കാനുള്ള ഒരു ഒരുക്കവും പരിപാടിയാണ് ഈ സൂചനാ പണിമുടക്കിലൂടെ കൊണ്ടുവന്നത്. ആ കെണിയിൽ വീഴുകയാണ് ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിലുള്ള സമരസമിതി ചെയ്തത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു ജോയിന്റ് കൗൺസിലിന്റെ ഭാഗത്തുനിന്ന്. കാരണം അവരുടെ മാതൃസംഘടനയായ CPI പിന്നെ മുന്നണി ഭരണത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള സർക്കാരിലെ രണ്ടാമത്തെ വലിയ കക്ഷിയും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുമാണ്. ആ പാർട്ടി അതിന് നേതൃത്വമുള്ള സർവീസ് സംഘടനകൾ ഇത്തരം അധ്യാപക സംഘടനകൾ ഉൾപ്പെടെ സമരം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭരണപരമായ ഉത്തരവാദിത്വം എന്താണ് നിലനിൽക്കുന്നത്, എന്താണ് അവരുടെ വിമർശനം. ഈ അവരുടെ ഒറ്റ മന്ത്രിമാർ പോലും ചട്ടം 300-നെതിരെ ഒരിക്കലും പ്രതികരിച്ചിട്ടില്ലല്ലോ. ഈ ജോയിന്റ് കൗൺസിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി കൂടെ പറയാതെ പോകാൻ പറ്റില്ല. ശരത്ത്, എന്താണെന്നറിയാമോ? ഈ ഇടതുപക്ഷ ഭരണം വരുമ്പോൾ, LDF ഭരണം വരുമ്പോൾ പ്രത്യേകിച്ചും സവിശേഷമായും എവിടെയും നോക്കിയാൽ കാണാം ധാരാളം NGO അസോസിയേഷന്റെ പ്രവർത്തകർ കൂട്ടമായിട്ട് ജോയിന്റ് കൗൺസിലിലേക്ക് ചേരും.
എനിക്ക് അനിൽ ബോസിനെ അറിയാം. എനിക്ക് നേരിട്ട് പേരെടുത്ത് പറയുകയാണെങ്കിൽ തന്നെ വേറെ ഒരുപാടുണ്ട്. പിന്നെ അവർ കൂട്ടമായിട്ട് ഇതിലേക്ക് ചേരുകയാണ്. ജോയിന്റ് കൗൺസിൽ, CPI ജോയിന്റ് കൗൺസിലേക്ക് ചേർന്ന് അവർ ഇടതുപക്ഷക്കാരായി മാറുകയാണ്. എന്നിട്ടോ എങ്ങാനും UDF ഭരണം വരുന്നൊരു ഘട്ടം ഉണ്ടായാൽ കൂട്ടത്തോടെ നേരെ തിരിച്ച് NGO സൊസൈറ്റിയിലേക്ക് പോവുകയും ചെയ്യും. അത്രത്തുള്ള വിചിത്ര വേഷധാരികളായ കുറെ ആൾക്കാരാണ് ഇതിൻ്റെ അകത്ത് നിൽക്കുന്നത്. അപ്പൊ അവരെയും കൂടെ കൂട്ടിപ്പിടിച്ചാണ് CPIയുടെ സംഘടന, CPI അല്ല, സോറി, ഞാൻ ആ പറഞ്ഞതിന് നാക്കുപിഴയാണ്, CPI അല്ല, CPIയുടെ രാഷ്ട്രീയ നേതൃത്വം അംഗീകരിക്കുന്ന ജോയിന്റ് കൗൺസിൽ, അവരുടെ അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ഈ പരിപാടിക്ക് പോയത്. അത് അവർ ആ കെണിയിൽ വീഴാൻ പാടില്ലായിരുന്നു. കാരണം ഒരാഴ്ച മുമ്പാണ് പിന്നെ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ സുവർണ ജൂബിലി മന്ദിരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് 2019 ശ്രീ ജയചന്ദ്രൻ, അത് നേരത്തെ ശ്രീ അനിൽകുമാർ സൂചിപ്പിക്കുകയും ചെയ്തു. അത്തരം ഉറപ്പുകൾ മുഖ്യമന്ത്രിയിൽ നിന്ന് നിയമസഭയ്ക്ക് അകത്തും പുറത്തും തന്നെ വന്നിട്ടുള്ളതാണ്. ഏതായാലും ഇത് നിയമസഭാ കാലമാണ്. ശ്രീ അനിൽ ബോസിന്റെ ശ്രദ്ധയിലേക്ക് കൂടി 2019 ഒരു കാര്യം അതോടൊന്ന് പറഞ്ഞ് ഇതാണ് അവസാനിപ്പിക്കാൻ. 2019 ജൂലൈ 1 ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയത്. കോവിഡ് കാലത്ത് ഇന്ത്യയിൽ എല്ലാ സാമ്പത്തിക മന്ദി ഒക്കെ ഉള്ള സമയമാണല്ലോ. ആ സമയത്ത് നടപ്പിലാക്കുകയും ചെയ്തു. കോവിഡ് കൊണ്ട് ആരും മാറ്റിവെച്ചില്ല, മാന്ദ്യം പറഞ്ഞുമില്ല. അത് കഴിഞ്ഞ് സ്വാഭാവികം പിന്നെ വരേണ്ടത് 2024 ജൂലൈ 1 ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഉത്തരവ് വരേണ്ടത്. മുഖ്യമന്ത്രി അതും വ്യക്തമായിട്ട് പറഞ്ഞു. ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ പ്രഖ്യാപനം ഉടനെ നടത്തും, അതുണ്ടാകും. DA കുടിശ്ശിക, അത് മൊത്തം 7 കുടിശ്ശികയുണ്ട്. 2 കൊടുത്തിട്ടുണ്ട്, 2 കൂടെ ഈ വർഷം കൊടുക്കും, അടുത്ത വർഷം ബാക്കി കൊടുത്തു തീർക്കും. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അത്തരം കാര്യങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യുന്നയാളാണെന്നുള്ള ബോധ്യം ജീവനക്കാർക്ക് ആകെ മാത്രമല്ല പൊതുസമൂഹത്തിനുമുണ്ട്. അതാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ള കാര്യം. റൈറ്റ്. ഇവിടെ ശ്രീ അനിൽ ബോസ് ഇപ്പോൾ മുഖ്യമന്ത്രി കൊടുത്ത ഉറപ്പ് അതടക്കം ഉദാഹരിച്ചുകൊണ്ട് തന്നെയാണ് സമരക്കാർ ഈ സമരവുമായി, ഈ സൂചനാ പണിമുടക്കുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. ശ്രീ ജയചന്ദ്രൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, 2024 അതായത് കഴിഞ്ഞ വർഷം 7-ാം മാസം 10-ാം തീയതി നിയമസഭയിൽ ചട്ടം 300 പ്രകാരം മുഖ്യമന്ത്രി നടത്തിയ വിശദീകരണത്തിൽ കേരളത്തിൻ്റെ ധനസ്ഥിതിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വളരെയധികം വിവരിച്ചു വരുമ്പോഴാണ് അതിൻ്റെ 11-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത് പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക, ശമ്പള പരിഷ്കരണത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കിയ പെൻഷൻ പരിഷ്കരണത്തിൻ്റെ ഭാഗമായുള്ള കുടിശ്ശിക തുകയായ 600 കോടി രൂപ 2024-25 സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്യുന്നതാണ്. 2024-25 സാമ്പത്തിക വർഷം അവസാനിച്ചിട്ടില്ല. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഉറപ്പ് സഭയ്ക്കകത്ത് കൊടുത്തത് അങ്ങനെ നിൽക്കുകയാണ്. ഇന്ന് ധനകാര്യമന്ത്രി സഭയിൽ സംസാരിച്ചപ്പോഴും പറഞ്ഞത്, ഈ മുമ്പ് ശ്രീ ജയചന്ദ്രൻ പറഞ്ഞതുപോലെ കോവിഡ് കാലത്തും ശമ്പള പരിഷ്കരണം നടപ്പാക്കിയ നാടാണ് കേരളം. എന്തായിരുന്നു രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളുടെ നിലപാട്? 20,000 കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യതയാണ് ആ കാലത്ത് തന്നെ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ അടക്കം ഇവരെല്ലാം അതിൽ നിന്ന് മാറി നിന്നപ്പോഴും കേരളം അതുമായി മുന്നോട്ട് പോയി ആ സർക്കാർ ആ ബാധ്യത ഏറ്റെടുത്തു. അതിൻ്റെ ഭാഗമായ കുടിശ്ശിക 600 കോടി രൂപ ഈ വർഷം തന്നെ കൊടുക്കും എന്ന് ഇന്ന് ധനകാര്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ത് പ്രസക്തിയാണ് ഈ സൂചനാ പണിമുടക്കിന് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നൽകാനുള്ള DA DR ശമ്പള പരിഷ്കരണ കുടിശ്ശിക കോവിഡ് കാലത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽക്കിടയിലും മെച്ചപ്പെട്ട ശമ്പള പരിഷ്കരണം നടപ്പാക്കുക വിശദീകരണത്തിലുള്ള, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, അതൊക്കെ കൊടുത്തിട്ടുള്ളതുപോലും ബാക്കിയുള്ളവയുടെ കാര്യത്തിൽ കൊടുത്തു തീർക്കാനുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുമ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ഈ സൂചനാ പണിമുടക്ക് എന്ന സംശയം ന്യായമാണ് ആളുകളുടേത്. ഇത് ചോദിക്കാൻ ഒരു കാരണം, ഇപ്പോൾ ശ്രീ അനിൽകുമാർ മുൻ മുഖ്യമന്ത്രി ശ്രീ ആൻ്റണി, അതുപോലെ തന്നെ 1-ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രതിപക്ഷ നേതാവായിരിക്കെ രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ച ലേഖനം, ആ ലേഖനത്തിൽ പറയുന്നത് മുമ്പ് പറഞ്ഞതുപോലെ ജീവനക്കാരുടെ ശമ്പളം 15% വെട്ടിക്കുറയ്ക്കണമെന്നാണ് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പോലും എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇവിടെ വെട്ടിക്കുറയ്ക്കുകയല്ല ചെയ്ത്, ശമ്പള പരിഷ്കരണം പോലും നടപ്പാക്കുകയാണ് ആ സർക്കാർ ചെയ്തത്. അപ്പോൾ AK ആൻ്റണി അടക്കമുള്ളവരുടെ മനോഭാവം കൂടി പരിശോധിച്ചുകൊണ്ട് താങ്കളുടെ മറുപടിയിലേക്ക് വരാം. കാരണം ഈ പ്രശ്നം അഡ്മിറ്റ് ചെയ്തുകൊണ്ട് തന്നെ അത് കൊടുത്തു തീർക്കുമെന്നൊരു മുഖ്യമന്ത്രി പറയുമ്പോൾ അധികാരത്തിലെത്തിയ കാലത്ത് എന്താണ് ശ്രീ ആൻ്റണി പറഞ്ഞിട്ടുള്ളത്? നേരത്തെ ശ്രീ അനിൽകുമാർ സൂചിപ്പിച്ചു. ചുരുക്കം വാക്കുകൾ ഒന്ന് കണ്ടുകൊണ്ട് ഞാൻ താങ്കളുടെ മറുപടിയിലേക്കും വിശദീകരണത്തിലേക്കും വരാം. ഒരു മാസം ആഫീസ് പൂട്ടിക്കിടക്കുന്നെങ്കിൽ പൂട്ടിക്കിടക്കട്ടെ. കാരണം ഇപ്പോൾ തുറന്നുകൊണ്ടാ പ്രയോജനം? തുറന്നുകൊണ്ട് ആർക്കാ പ്രയോജനം? തുറന്നുകൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനമില്ലല്ലോ. ജനങ്ങൾക്ക് സഹായം ചെയ്യാൻ കഴിയില്ലാത്ത സർക്കാർ ഓഫീസ് തുറന്നിട്ട് എന്താ കാര്യം? ഒരു സൂചനാ പണിമുടക്കിന് പോലും ഈ ഭാഷയിലല്ല നിലവിലെ ഭരണാധികാരി സംസാരിക്കുന്നത്. വളരെ വ്യക്തം. അന്ന് മുഖ്യമന്ത്രിയായിരിക്കെ ആൻ്റണി പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരു മാസം പൂട്ടിക്കിടക്കുന്നെങ്കിൽ കിടന്നോട്ടെ. ആ ഉത്തരവാദിത്വമില്ലായ്മ ഈ സർക്കാരിൽ അല്ലെങ്കിൽ ആരോപിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുമോ ശ്രീ അനിൽ ബോസ്?
ഒന്ന് ശരത്ത്, ഞാൻ ഈ ചർച്ചയിൽ എല്ലാവരും അടുപ്പമുള്ളവരായതുകൊണ്ട് വഴക്കുണ്ടാക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ശ്രീ AK ആൻ്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ സന്ദർഭത്തിൽ ഏറ്റവും സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലേക്ക് അതിനു മുമ്പിരുന്ന ഇടതുപക്ഷ മുന്നണി സർക്കാർ ഈ നാടിനെ കൂപ്പുകുത്തിച്ചതിന് ശേഷമാണ് ശ്രീ AK ആൻ്റണിയുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ് ഉണ്ടാകുന്നത്. അന്ന് സാമ്പത്തിക അവസ്ഥ തകർന്നതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തൽക്കാലത്തേക്ക്, അതായത് നമ്മുടെ സംസ്ഥാനം സാമ്പത്തിക സുരക്ഷിതമാകുന്നതുവരെ തൽക്കാലത്തേക്കൊന്ന് സഹകരിക്കണം, അതുകൊണ്ട് അവരുടെ ലീവ് സറണ്ടർ അടക്കമുള്ള ആനുകൂല്യങ്ങളിൽ അവർ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരം മാറ്റിവെക്കണം. അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഈ നാട് പട്ടിണിയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഒന്ന് സഹിക്കണം, സഹായിക്കണം. നാടിൻ്റെ അവസ്ഥ ഉയർന്നു വരുമ്പോൾ പൂർവാധികം മുൻകാല പ്രാബല്യത്തോടുകൂടി നിങ്ങളുടെ മുഴുവൻ ആനുകൂല്യം തരുമെന്ന് പറഞ്ഞ സന്ദർഭത്തിൽ കേൾക്കാതെ സമരം ആളിക്കത്തിയ സന്ദർഭത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അതിനെ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യരുത്. ഒന്ന്. രണ്ട്, ഈ കാലത്ത് അത് ഉണ്ടാവുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കൃത്യമായി പാലിച്ചു. അനിൽ ബോസ്, ഈ കാലത്ത് കേരളത്തിലെ ഭരണാധികാരികളിൽ നിന്ന് ആ സ്വരമാണോ കേൾക്കുന്നത് സമരക്കാർ? എന്റെ ചോദ്യം അവിടെയാണ്. നിങ്ങൾ താരതമ്യം ചെയ്യണം. അല്ലല്ല, ഞാൻ പറയാം. ശരത്ത്, അതിന് ബുദ്ധിമുട്ടണ്ട. നിങ്ങൾ 3 പേര് സംസാരിക്കാനുണ്ടല്ലോ, ഞാൻ ഒരാളല്ലേ ഉള്ളൂ. ബുദ്ധിമുട്ടണ്ട, ഞാൻ പറയാം. പറഞ്ഞു കഴിഞ്ഞല്ലോ, അവർ 2 പേരും പറഞ്ഞു, താങ്കളും ചോദിച്ചും കഴിഞ്ഞു. അപ്പം ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പം നിലവിൽ AK ആൻ്റണിയുടെ ആ കാലഘട്ടത്തിൽ ആ അവസ്ഥയിലേക്ക്, അതിനു മുമ്പുള്ള ഇടതുപക്ഷ മുന്നണി സർക്കാർ ഈ നാടിനെ കുട്ടിച്ചോറാക്കുന്ന അവസ്ഥയിൽ കൊണ്ടുപോയിരുന്നു ശരത്തെ. ആ അവസ്ഥയിലല്ല പിണറായി വിജയൻ കേരളത്തിന് മുഖ്യമന്ത്രിയാകുന്നത്. ആ അവസ്ഥയിലല്ല, ആ സാമ്പത്തികാവസ്ഥയിലല്ല, അത്രയും ബാധ്യത വരുത്തി വെച്ചൊരു ഗവൺമെൻറ് അല്ല തുടർന്ന് ഉമ്മൻചാണ്ടിയുടെ ഭരണം മാറി നിങ്ങൾക്ക് ഭരണം ഏൽപ്പിച്ച് തരുന്നത്. സാമ്പത്തികമായി വളരെ മുൻഗണനാക്രമങ്ങളിൽ നിൽക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന അവസ്ഥാന്തരീക്ഷത്തിലാണ് നിങ്ങൾ സ്ഥാനമേൽക്കുന്നത്, ഭരണത്തിലേക്ക് വരുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾ പറഞ്ഞല്ലോ AK ആന്റണിയുടെ കാലയളവിൽ AK ആന്റണി സർക്കാർ ഉദ്യോഗസ്ഥൻ അല്ലല്ലേ? പറയട്ടെ, ഞാൻ നിങ്ങൾ പെശക് തിരുത്തിക്കോ. അല്ല, താങ്കളുടെ സമയത്ത് താങ്കൾ തിരുത്തിക്കോളാനേ. ഉറപ്പായും സമയത്ത് താങ്കൾ തിരുത്തിക്കോ. ഞാൻ ഓർപ്പിച്ചു വെച്ചതേ ഉള്ളൂ. എന്തായാലും ഞാൻ പറയട്ടെ. ഓക്കെ, പറഞ്ഞു. അല്ലല്ലോ, എനിക്ക് മനസ്സിലാക്കാനുള്ള സാമാന്യ സെൻസ് ഉണ്ടെന്നേ, എനിക്ക് തർക്കമൊന്നുമില്ല. നിങ്ങൾ പലവട്ടം ചോദിച്ചല്ലോ ജോയിൻറ്റ് കൗൺസിലിൻ്റെ സമരത്തെക്കുറിച്ച്. എന്താ അനിൽകുമാർ അതിൽ നിന്ന് പറയാതെ പിണറായി വിജയൻ വാഴ്ത്തുപാട്ടുമായിട്ട് പോയത്? ഇപ്പോൾ അതിൻ്റെ ഒരു സീസണാണല്ലോ, അദ്ദേഹം അതിൻ്റെ ഒരു സീസണിലാണല്ലോ. അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം എന്താ? കോട്ടയം അദ്ദേഹം കൂടെ താമസിക്കുന്ന പ്രദേശത്തെ റവന്യൂ ഓഫീസുകളിലടക്കം കോട്ടയം കളക്ടറേറ്റ് അടക്കമുള്ള ജീവനക്കാർ അവരുടെ ദുരവസ്ഥയിൽ അവരുടെ ആനുകൂല്യം കിട്ടാത്തതിൻ്റെ പേരിൽ ഈ സർക്കാരിനെതിരെ പ്രതിഷേധിച്ചു NGO യൂണിയൻ അംഗങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് സാമ്പത്തിക താല്പര്യമാണ് എന്ന് പറഞ്ഞ ആ ജീവനക്കാരെ ആക്ഷേപിക്കാനാണ് അനിൽകുമാർ ഈ അവസരം വിനിയോഗിച്ചത്. തർക്കമുണ്ടോ? ശരി, സർക്കാരിനെ അനുകൂലിക്കേണ്ട. നിങ്ങൾ ചോദിക്കുന്നത് പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങൾ നിങ്ങളെ ഉൾക്കൊള്ളണം. അല്ല, ഞങ്ങൾ നിങ്ങളെ ഉൾക്കൊള്ളണം. പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ സംഘടനയുടെ ഉദ്യോഗസ്ഥ സംഘടനകൾ നിങ്ങളെ ഉൾക്കൊള്ളണമെന്നാണല്ലോ നിങ്ങളുടെ റിക്വസ്റ്റ്. എന്തുകൊണ്ട് നിങ്ങളുടെ സർക്കാരിൻ്റെ ഭാഗമായ മന്ത്രിമാരടക്കമുള്ള ഒരു മുന്നണി നേതൃത്വത്തിലിരിക്കുന്ന നിങ്ങളുടെ കക്ഷി CPI അതിൻ്റെ സംഘടനയ്ക്ക് ഈ സമരത്തിൽ പങ്കെടുക്കുന്നു? അവരെ എന്തുകൊണ്ട് തടയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല? നിങ്ങളുടെ ഈ നിലപാട് കൂടെയുള്ള മുന്നണിയിലെ സംഘടനയായിട്ടുള്ള ജോയിൻറ്റ് കൗൺസിലിനെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല? നിങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് വരിക. ശരത്, വളരെ കൃത്യമായി പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈരളി ചാനലിൽ ഇരുന്ന് ചർച്ച ചെയ്ത് സമരം പൊളിഞ്ഞെന്ന വ്യാഖ്യാനങ്ങൾ നടത്താം, സൂചനാ പണിമുടക്കായിരുന്നു എന്ന് വ്യാഖ്യാനം നടത്താം, സമരത്തിൽ അറ്റൻഡൻസ് എടുത്തപ്പോൾ 90% ആളുകൾ പങ്കെടുത്തത് പൊളിഞ്ഞു പോയി എന്ന് പറയാം. നിങ്ങൾക്ക് എന്തും പറയാം. പക്ഷേ ഒറ്റ കാര്യം ഉത്തരവാദിത്തത്തോടെ പറയുന്നത് ഉത്തരവാദിത്തത്തോടെ പറയൂ. സർക്കാർ ജീവനക്കാർ രാവിലെ വന്ന് തിരിച്ചു പോകുമ്പോൾ അതിനൊരു അറ്റൻഡൻസ് ഉണ്ട്. അറ്റൻഡൻസ് 11 മണിയോടുകൂടി കണക്കെടുക്കാറുണ്ട്. അത് സമരത്തിൻ്റെ ദിവസമല്ല, എല്ലാ ദിവസവും. അതറിയാൻ മാധ്യമപ്രവർത്തകർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് മാത്രമല്ല, മറ്റേത് മാധ്യമത്തിനും ഞങ്ങൾ പറയുന്നത് തെറ്റാണെങ്കിൽ ഇന്ന് 90% ജീവനക്കാരും പണിമുടക്കി എന്ന് ഏതെങ്കിലും മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്കളത് പറയും. ഉത്തരവാദിത്തത്തോടെ ഇക്കാര്യങ്ങൾ പറയൂ. അനിൽ ബോസ്, പറഞ്ഞോളൂ. ഞാൻ ഉത്തരവാദിത്തപൂർവ്വം തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടെ സർക്കാരിൻ്റെ ഭാഗമായിരിക്കുന്ന പാർട്ടിയുടെ ഉദ്യോഗസ്ഥ സംഘടനയായ ജോയിന്റ് കൗൺസിലിനെ ഈ സമരത്തിൽ നിന്ന് പിന്മാറ്റാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? അത് വേറെ കാര്യം. അവരെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞോ? ഉത്തരം പറഞ്ഞു. നിങ്ങൾ ബോധ്യപ്പെടുത്തുന്നേ. അല്ല, അത് വേറെ കാര്യം ഒന്ന് പറഞ്ഞു പോകാതെ ഞാൻ പറയുന്നതിന് മറുപടി പറയാം. NGO യൂണിയൻ അംഗങ്ങൾ പണിമുടക്കിന്റെ ഭാഗമായി ചോദിക്കാന്നാ പറഞ്ഞു. എന്തുകൊണ്ട് നിങ്ങളുടെ നിങ്ങളിങ്ങനെ ബഹളം വെക്കാം? അത് ഞാൻ ഉത്തരം പറയേണ്ട കാര്യമല്ല, അത് അനിൽകുമാർ പറയേണ്ടതാണ്. കലഹത്തിന്റെ ഒരു കാര്യമില്ലെന്ന്. അതെ, അതാ പറഞ്ഞേ. ഞാനൊന്ന്
നിങ്ങളൊന്ന് അടങ്ങ് ശരത്തെ, നിങ്ങളൊന്ന് അടങ്ങ്, ഞാൻ പറഞ്ഞു തീരട്ടെ, നിങ്ങളൊന്ന് അടങ്ങ്. തീർന്നില്ലല്ലേ? അനിൽകുമാർ സർക്കാർ ജോലിക്കാരനല്ലല്ലോ, ഞാനും സർക്കാർ ജോലിക്കാരനല്ലല്ലോ, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ജയചന്ദ്രനും സർക്കാർ ജോലിക്കാരനല്ലല്ലോ. അപ്പം സർക്കാർ ജോലിക്കാരുടെ ബുദ്ധിമുട്ട്, അവരുടെ ലീവർ സറണ്ടർ ആണെങ്കിലും ക്ഷാമബത്തയാണെങ്കിലും കുടിശ്ശിക വന്നതിൻ്റെ ദുരിതം അനുഭവിക്കുന്ന അവരാണ്. ചെറിയ കാര്യമൊന്നുമല്ല. 10,000 രൂപ കണക്കാക്കി, ഒരു ശമ്പളം കണക്കാക്കിയാൽ 1,900 രൂപ അവർക്ക് കട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് കിട്ടേണ്ടത് മുടങ്ങിയിരിക്കുകയാണ് DA. മനസ്സിലായില്ലേ? അപ്പൊ DA കുടിശ്ശിക ഒരു മാസത്തെ അല്ല കുടുങ്ങിയിരിക്കുന്നത്. 40,000 രൂപ ശമ്പളം പറ്റുന്ന ഒരാൾക്കുണ്ടെങ്കിൽ 10,000 രൂപ കടുപ്പിച്ച് അവരുടെ കട്ട് ചെയ്ത് പോവാണ്. യു ഡി എഫിന്റെ കാലത്ത് 20% വരെ DA കുടിശ്ശിക ഉണ്ടായിട്ടുണ്ട്. തർക്കമുണ്ടോ? 20% വരെ. 2, ജീവനക്കാർക്ക് 30 ദിവസത്തെ ലീവ് ഏക സംസ്ഥാനം അത് കേരളമാണ്. അതിലേക്ക് എത്തിയിട്ടില്ല അനിൽ ബോസ്, അതിലേക്ക് എത്തിയിട്ടില്ല. മാത്രവുമല്ല അത് കൊടുക്കുമെന്ന ഉറപ്പാണ് സർക്കാർ പറയുന്നത്. ആന്റണിയെ പോലെ പൂട്ടിക്കിടന്നോട്ടെ എന്നല്ലല്ലോ പറഞ്ഞത്. സർക്കാർ ഓഫീസുകൾ ഒരു മാസം പൂട്ടിക്കിടന്നാൽ ഒരു കുഴപ്പമില്ലെന്നാണോ പറഞ്ഞത്? അല്ല, പകരം കൊടുക്കും. നിയമസഭയിൽ ചട്ടം 300 പ്രകാരം ഉറപ്പ് കൊടുക്കുകയാണ് ചെയ്തത്. അല്ല, അന്ന് ഉദ്യോഗസ്ഥ സംഘടനകളെ യൂണിയന്റെ സെറ്റോയുടെ അടക്കം NGO യൂണിയന്റെ അടക്കം സംയുക്ത യോഗം വിളിച്ചിട്ട് അന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് നിങ്ങൾ സഹകരിക്കണം, പൂട്ടിക്കിടന്നാൽ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. പക്ഷെ അവർ സഹകരിച്ചതിന് ശേഷം അവർക്കെല്ലാം പുനഃസ്ഥാപിച്ചു കൊടുത്തു. ആ പുനഃസ്ഥാപിച്ചു കൊടുക്കാൻ നടപടി സ്വീകരിച്ച ഗവൺമെന്റാണ് AK ആന്റണിയുടേത്. അല്ലാതെ നിഷേധാത്മക സമീപനമല്ല സ്വീകരിച്ചത്. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടുത്തെ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലാകാതെ അല്ലല്ല, കേട്ടില്ല. നിങ്ങൾക്ക് വേണ്ടത് മാത്രം നിങ്ങൾ കേട്ടിട്ട് കാര്യമില്ല. വേണ്ടത് മാത്രം കേട്ടിട്ട് കാര്യമില്ല. വേണ്ടാത്തൂടെ കേക്ക്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൂടെ കേക്ക്. നിങ്ങൾക്ക് DA തടഞ്ഞു വെച്ചതിൽ പ്രയാസം ഉണ്ടാകുമ്പോൾ അവർ അല്ല, ഞാൻ ചോദിക്കുന്നത് ശരത്തിന് ഒരു ആനുകൂല്യം, കൈരളി ചാനലിന്റെ ശമ്പളം നിങ്ങൾക്ക് കിട്ടുന്നതിൽ തടസ്സം വന്നാൽ നിങ്ങൾ അത് റിക്വസ്റ്റ് ചെയ്യില്ലേ? നിങ്ങൾക്ക് അത് കിട്ടാവുന്നാൽ നിങ്ങളെപ്പോലുള്ള ആളുകൾ അതിനെതിരെ നടപടി സ്വീകരിക്കില്ലേ? ഞാൻ പറയാം. ജീവനക്കാർക്ക് സമരം ചെയ്യാൻ അവകാശമില്ല. അല്ല, ജീവനക്കാർക്ക് സമരം ചെയ്യാൻ അവകാശമില്ല. ഞാൻ ചോദിച്ചു തീരട്ടെ. ശരി, ജീവനക്കാർ ഒരു സെക്കൻഡ്. അല്ല, ഞാൻ ചോദിച്ചു തീർന്നില്ലല്ലോ. ഞാൻ ചോദിക്കുന്നത് ഒന്ന് കേൾക്കൂ. ജീവനക്കാർക്ക് അവരുടെ അർഹതപ്പെട്ട ആനുകൂല്യം സമയബന്ധിതമായി കിട്ടണമെന്ന് ആവശ്യപ്പെടാൻ അവർക്ക് റൈറ്റ് ഇല്ലേ? അതിനെതിരെ പ്രക്ഷോഭം നടത്താൻ ജീവനക്കാർക്ക് അവകാശമില്ലേ? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ശരി, ജീവനക്കാർ മിണ്ടണ്ട, മുഖ്യമന്ത്രി പറയുന്നത് കേട്ട്, മന്ത്രിമാർ പറയുന്നത് കേട്ട് അങ്ങ് പോയാൽ മതി എന്നാണോ? ശരി, അങ്ങനെയല്ല ചരിത്രം. അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ സമയത്ത് കിട്ടാതെ വന്നാൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവും. പോരാട്ടം തുടരുക തന്നെ ചെയ്യും. നിങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങളാകെയും എടുത്ത് അനിൽകുമാറിലേക്ക് തന്നെയാണ്. നിങ്ങൾ ആദ്യം പോയി ജോയിന്റ് കൗൺസിലിനെയും ശരത്തെ ആദ്യം പോയി ജോയിന്റ് കൗൺസിലിനെയും NGO യൂണിയനിലെ അംഗങ്ങളെയും ബോധ്യപ്പെടുത്തുക. ഈ വിഷയം എടുക്കുക, ചർച്ച ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ അഭിപ്രായം. ഞാൻ വസ്തുതകൾ വെച്ചിട്ടാണ്, യൂണിയൻ വാദം വെച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അനിൽകുമാർ എന്നെ പ്രതിരോധിച്ചില്ലല്ലോ. ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അനിൽകുമാറോ ജയചന്ദ്രനോ എന്നെ പ്രതിരോധിച്ചില്ലല്ലോ. അനിൽ ബോസ്, ഞാൻ ശരിവെക്കാണ് ചെയ്തത്. ശരി, ഞാൻ അനിൽകുമാറിലേക്ക് ഒരു സെക്കൻഡ്. ഈ ചർച്ചയിൽ ഞാൻ ഉന്നയിച്ച ആക്ഷേപങ്ങൾ അനിൽകുമാർ ശരിവെച്ചു, ജയചന്ദ്രൻ ശരിവെച്ചു. നിങ്ങളാണ് പ്രതിരോധിച്ചത്. അപ്പം ഞാൻ മറുപടി പറയും. ആയിക്കോട്ടെ, കഴിഞ്ഞല്ലോ. ഇനി എനിക്ക് അടുത്ത ഘട്ടത്തിലേക്കൊന്ന് പോകണം. ഇത് നമ്മൾ തമ്മിൽ തർക്കമല്ല. ഇതിൽ താങ്കൾക്ക് എന്തുണ്ടെങ്കിലും അടുത്ത റൗണ്ടിൽ വരുമ്പോൾ മറുപടിയാകാം. ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. പിശകാണ് എന്ന് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, ശക്തമായ കോവിഡ് കാലത്ത് നികുതി പിരിവ് എന്ന് പറഞ്ഞതൊന്നും നടക്കാതെ പോയ ഒരു സർക്കാരിൻ്റെ, കേരളം മാത്രമല്ല ഏത് സർക്കാരിൻ്റെയും ധനസ്രോതസ് പൂർണ്ണമായും അടഞ്ഞു പോകുന്ന കാലത്ത്, ഏറ്റവും അധികം ചെലവ് ചെയ്യേണ്ടി വരുന്നൊരു കാലത്ത് പോലും ശമ്പള പരിഷ്കരണം നടപ്പാക്കിയ നാടാണ് കേരളമെന്നാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ പറഞ്ഞ പോലെ സുഖകരമായ ഒരു കാലത്ത് അങ്ങ് ചെയ്തു പോയി എന്ന് പറഞ്ഞതിൽ ഒരു വസ്തുതാപരമായ പ്ലീസ് ആവട്ടെ, താങ്കൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഒന്ന്, ഞാനതാണ് ഒരു തിരുത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ദുരന്ത സമയത്ത് ആ ദുരന്ത സമയത്ത് ഒരു മാസത്തെ ശമ്പളം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായിച്ച ജീവനക്കാരാണ് സമരം ചെയ്യുന്നത്. നിങ്ങൾ കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനകൾ കത്തിക്കുകയാണ് സാറേ ചെയ്തത്. കോൺഗ്രസ് അനുകൂല സംഘടനകൾ ആ ഉത്തരവ് കത്തിക്കുകയാണ് ചെയ്തത്. ഉണ്ടെങ്കിൽ ഞാൻ കാട്ടിത്തരാം.
ഞാൻ കാട്ടിത്തരാം. ഒന്നുമല്ലേ? ആര് പറഞ്ഞു? കേരളം കണ്ടതാണത്. സംഘടനക്കാർ രാവിലെ എഴുന്നേറ്റ് ആ ഉത്തരവ് കത്തിച്ച് കണ്ടു നോക്കൂ. വലിയ ചർച്ചയായതാണ്. അനിൽ ബോസിന്റെ ഓർമ്മയിൽ നിന്ന് പോയതാണ്. ഓർമ്മയിൽ നോക്കൂ, നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കും അത്. കേരളത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇത് ഈ പണം കത്തിച്ചവരാണ്. ആ പ്രതിസന്ധി ഘട്ടത്തിൽ വസ്തുതയല്ലാത്ത ഒരു കാര്യവും ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞിട്ടില്ല, പറയുകയില്ല. അതേ ഞാൻ പറഞ്ഞുള്ളൂ. കാണിച്ചോണ്ടിരിക്കല്ലേ? അതാ കാണ്. നിങ്ങൾ തിട്ടൂലമടി അല്ലല്ല നിങ്ങൾ അല്ല ഞാൻ കണ്ടോണ്ടിരിക്കാന്നേ നിങ്ങളതിന് സമ്മർദ്ദം ചെലുത്തേണ്ട കാര്യമില്ല. നിങ്ങൾ സമീപനം വന്നപ്പോൾ അതിനെ എതിർത്തിട്ടുണ്ട്. പക്ഷെ കേരളത്തിലെ ഞാൻ പറഞ്ഞ പെസകല്ല ആണെന്ന് ആ ദൃശ്യം കണ്ടറിയാലോ. സർക്കാരിന്റെ ദുരന്ത സമയത്ത് സർക്കാർ ജീവനക്കാർ ഒന്നടങ്കം ഈ വിഷയത്തിൽ നമ്മളൊന്നും തർക്കിക്കണ്ട. ഈ വിഷയത്തിൽ ശ്രീ ജയചന്ദ്രൻ വേറൊന്നിലേക്കും പോകരുത്. ഞാൻ ഈ പറഞ്ഞ ഉത്തരവ് കത്തിച്ചതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞതാണോ ശരി, ഞാൻ പറഞ്ഞതാണോ ശരി? അല്ല, ഉത്തരവ് കത്തിക്കുക മാത്രമല്ലല്ലോ, അതിനോട് മുഖം തിരിഞ്ഞ സമീപനം എടുക്കുകയും തങ്ങളത് കൊടുക്കില്ല. അല്ല, കത്തിക്കുക മാത്രമല്ല അനിൽ ബോസ്, അല്ല കത്തിക്കുക എന്ന് പറയുന്ന അർത്ഥം എന്താണല്ലോ, പിന്നെ വാശി പിടിക്കുകയോടെ ചെയ്തില്ലേ? ഇല്ലേ അനിൽ ബോസ്? അതാണല്ലോ ചെയ്തത്. കോൺഗ്രസിന് അല്ലെങ്കിൽ കോൺഗ്രസ് സർവീസ് സംഘടനകൾ നിൽക്കുന്നവർക്ക്, എൻ ജി അസോസിയേഷൻ പ്രവർത്തകർക്ക് അതിനുള്ള ബാധ്യതയില്ല, ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനമാണ് എന്ന് തന്നെയാണല്ലോ പരസ്യമായ നേതാക്കന്മാരടക്കം പറഞ്ഞത്. അതങ്ങനെ തന്നെയല്ലേ സംഭവിച്ചത്? ഒരിക്കലും പറഞ്ഞില്ല. ശ്രീ അനിൽകുമാർ താങ്കൾക്ക് കേൾക്കാമോ? ഒരിക്കലും പറഞ്ഞില്ല. ശ്രീ അനിൽകുമാർ കേൾക്കാമോ? ഒരിക്കലും ഇനി താങ്കളിലേക്ക് നേരത്തെ റൈറ്റ്, ഞാൻ വരാം. ഞങ്ങൾ തമ്മിൽ കുറച്ച് ഞാൻ പറഞ്ഞുതരാം. അല്ല, ജയചന്ദ്രൻ അനുവദിക്കുമെങ്കിൽ വളരെ വേഗത്തിൽ ജയചന്ദ്രൻ അനുവദിക്കുമെങ്കിൽ അതിനൊരു ക്ലാരിറ്റി വരുത്തിയേക്കാം. വേഗം. നിലവിൽ നിർബന്ധപൂർവം സർക്കാർ ജീവനക്കാരുടെ ശമ്പളം നിർബന്ധപൂർവ്വം കവർന്നെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ റിയാക്ഷൻ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതേസമയം മാനുഷിക പരിഗണന വെച്ച് ജീവനക്കാർ എല്ലാവരും തന്നെ, ഒരൊറ്റ കോൺഗ്രസ്സുകാരൻ പോലും പൈസ കൊടുക്കാത്ത ആളുകളില്ല. മുഴുവൻ പേരും ദുരിതാശ്വാസ നിധിയിലേക്ക് കൃത്യമായി സംഭാവന ചെയ്തിട്ടുണ്ട്. സംഭാവനകളെ കൊണ്ട് നടപ്പിലാക്കേണ്ട കാര്യമല്ല. അതാണ് ഞങ്ങൾ ആയിക്കോട്ടെ. കാരണം നമ്മളിങ്ങനെ നിരന്തരം പറയുന്നതിനേക്കാൾ തെളിവായി വരുന്നത് കാഴ്ചകൾ തന്നെയാണ്, ദൃശ്യങ്ങൾ തന്നെയാണ്. അത് സ്ക്രീനിലുണ്ടായിരുന്നു. പ്രേക്ഷകർ അവരുടെ വിവേചന ബുദ്ധി വെച്ച് വ്യക്തതയിലേക്ക് പോകട്ടെ. ഞാൻ ശ്രീ അനിൽകുമാർ സമരങ്ങളുടെ നമ്മളൊരു കാര്യം പറയുമ്പോൾ ശ്രീ അനിൽകുമാർ ഈ വിഷയത്തിൽ ഒന്ന് അധ്യാപക സമീപനം സാന്ദർഭികമായി കടന്നു വന്നു. ഞാൻ വരാം, ശ്രീ അനിൽ ബോസ് വരാം. താങ്കളുടെ അവസരം അടുത്തതുണ്ടല്ലോ വരാൻ. രണ്ടാം ഘട്ടത്തിലേക്ക് ഞാൻ അദ്ദേഹത്തെ കൂടി കൊണ്ടുവരട്ടെ. അത് ഒരു വിഷയമായി വന്നു. രണ്ടാമത്തത് ജോയിൻറ്റ് കൗൺസിലിനെ കുറിച്ച് പറയുമ്പോൾ താങ്കൾ സൗകര്യപൂർവ്വം വിസ്മരിക്കുന്നു, അല്ലെങ്കിൽ അതിലെ ആ ഭാഗത്തേക്ക് തൊടാതെ പോകുന്നു. അവർ പോലും മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും പറയുന്ന വിശദീകരണത്തെയും ഉറപ്പിനെയും മുഖവിലേക്ക് എടുക്കുന്നില്ലല്ലോ. നേരത്തെ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞൊരു കാര്യം, ഇതൊക്കെയാണെങ്കിലും ഈ ചെയ്ത കാര്യങ്ങൾ കടം വരുത്തിയിട്ടുണ്ട്, ഉറപ്പുണ്ട്, കൊടുക്കുമെന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായിയും ഇടത് സർക്കാരുമാണ്. ആൻ്റണിയുടെ കാലത്തെ സമീപനമല്ല എന്നുള്ളതൊക്കെ വ്യക്തം. അദ്ദേഹം തന്നെ പറഞ്ഞതൊക്കെ നമ്മൾ കണ്ടല്ലോ. പക്ഷേ ആ കാലത്ത് പറഞ്ഞത്. പക്ഷേ അപ്പോഴും ശ്രീ ജയചന്ദ്രൻ പറഞ്ഞ പോലെ ജീവനക്കാർക്കിടയിൽ ഒരു അതൃപ്തിയുടെ പ്രശ്നം നിൽക്കുന്നു എന്നുള്ളതും സർക്കാർ ഗൗരവത്തിൽ കാണുന്നില്ലേ? ജീവനക്കാർക്കിടയിൽ അതിർത്തി നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള നല്ല ക്യാമ്പയിനുകൾ മാധ്യമ പിന്തുണയോടുകൂടി നടത്തുന്നുണ്ട്. അതിൻ്റെ കെണിയിൽ ചില സംഘടനകളും ചില ജീവനക്കാരും പെട്ടുപോകുന്നത് സ്വാഭാവികമാണ്. അത് പണമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ചെറിയ കാര്യമല്ലല്ലോ. പക്ഷെ അവർ മനസ്സിലാക്കേണ്ടത് സിവിൽ സർവീസ് വേണോ വേണ്ടോ എന്ന ചോദ്യത്തിന് മുന്നിൽ സിവിൽ സർവീസ് വേണം എന്നുള്ളതാണ് LDF നിലപാട്. സിവിൽ സർവീസിൻ്റെ ഭാരം കുറയ്ക്കണമെന്നുള്ളതാണ് UDFൻ്റെ നിലപാട്. സിവിൽ സർവീസിൻ്റെ ഭാരം കുറയ്ക്കാനാണ് നിങ്ങൾ ധവളപത്രം കൊണ്ടുവന്നത്. ഞങ്ങളുടെ നിലപാട് സിവിൽ സർവീസ് ശക്തിപ്പെടുത്തുക മാത്രമല്ല, നിയമനം നടത്തുക മാത്രമല്ല, മെച്ചപ്പെട്ട ശമ്പളം ഇനിയും കൊടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അങ്ങനെ സർക്കാർ ജീവനക്കാർക്ക് ആ പിന്തുണ കൊടുക്കണമെങ്കിൽ ഇവിടുത്തെ ഗ്രാമങ്ങളിൽ വസിക്കുന്ന, നഗരങ്ങളിൽ വസിക്കുന്ന അതിദരിദ്രരുണ്ട്. മാത്രമല്ല 62 ലക്ഷം മനുഷ്യർ 1600 രൂപയുടെ പ്രതിമാസ പെൻഷനിൽ ജീവിക്കുന്നവരുണ്ട്. അത് കൊടുക്കണ്ടേ?
അത് മുടക്കാൻ നിർബന്ധിക്കുന്ന വിധം കേന്ദ്ര സർക്കാർ കേരളത്തെ കടന്നാക്രമിക്കുന്നു. ഈ രാഷ്ട്രീയം കേരളത്തിലെ LDF പറയുന്നു. കേട്ടില്ല. അത് കൊടുത്തോന്നാണ് ചോദ്യം. അനിൽ ബോസിന്റെ ചോദ്യം. 1600 രൂപ വെച്ച് 2 ഗഡു ഇപ്പോൾ കൊടുത്തു ഇന്നലെ. അതെ, ഇന്നലെ ഉത്തരവായി. മറിയാമ്മ ഇപ്പം ചട്ടി എടുക്കത്തില്ല. നിങ്ങൾ വിചാരിച്ചാലും ചട്ടി എടുക്കത്തില്ല. 1600 വെച്ച് 2 ഗഡു കൊടുത്തു. റൂൾ 300 വെച്ച് മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് 2ാം ഗഡു കൊടുത്തു. ഇനി അടുത്ത വർഷത്തിൽ 3 ഗഡു കൂടെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ബഹുമാനപ്പെട്ട അനിൽ ബോസ് നമ്മളെ അങ്ങനെ കളിയാക്കിയോണ്ട് ഞാൻ പറയാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ വന്നിട്ട് കാലം എത്രയായി? ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ 18 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 5 മാസത്തെ കുടിശ്ശിക ഇപ്പോൾ ഉണ്ട്. ആ 5 മാസത്തെ കുടിശ്ശികയിൽ 2 എണ്ണം കൊടുത്തു. ഇനി 3 കുടിശ്ശിക ബാക്കിയുണ്ട്. അപ്പം ഞങ്ങൾ 15 മാസത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ കുടിശ്ശിക ഞങ്ങൾ വീട്ടിയവരാണ്. 600 രൂപയുടെ കുടിശ്ശിക 18 മാസം. ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ എത്ര മാസത്തെ പെൻഷൻ കൊടുത്തു നിങ്ങൾക്കറിയാവും ബഹുമാനപ്പെട്ട അനിൽ ബോസെ? അതറിയണമെങ്കിൽ 12 ഗുണം ഈ 8.25 കൊല്ലക്കാലത്തെ 8.5 കൊല്ലക്കാലത്തെ കണക്കെടുക്കണം. 12 96 102 102 15 കൂടെ കൂടിയാൽ 121. 122 മാസത്തെ പെൻഷൻ ഈ പിണറായി സർക്കാർ കൊടുത്തു 1600 വെച്ച്. നിങ്ങൾക്കറിയാവോ? UDF സർക്കാർ കേരളത്തെ എല്ലാം നല്ല വൃത്തിയാക്കി ഇട്ടേച്ച് പോയപ്പോൾ എങ്ങനെ പെൻഷൻ ബാധ്യത വന്നത്? KSRTCയുടെ പെൻഷൻ ബാധ്യത ആരാ ഏറ്റെടുത്തത്? ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് KSRTCയുടെ പെൻഷൻ കൊടുക്കുന്നത് ഗവൺമെൻറ് ആയിരുന്നോ? അല്ല, പിണറായി സർക്കാർ വന്നേ പിന്നെയാണ് പെൻഷൻ ബാധ്യത ഏറ്റെടുത്തത്. അങ്ങനെ കൊടുത്ത കണക്കാണ് 10,560 കോടിയുടെ കണക്ക് നിയമസഭയിൽ എന്ന് പറഞ്ഞത്. നിങ്ങളുടെ കാലത്ത് ആകെ കൊടുത്ത KSRTC ആനുകൂല്യം 1,468 കോടി. നമുക്ക് താരതമ്യം ചെയ്യാം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സമീപനവും ഞങ്ങളുടെ സമീപനവും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ പറയുന്നത് എല്ലാ കാര്യങ്ങളും വെട്ടിക്കുറച്ച്, സർക്കാർ സർവീസ് വെട്ടിക്കുറച്ച്, ശമ്പളം വെട്ടിക്കുറച്ച്, അങ്ങനെ കടബാധ്യത ഇല്ലാത്ത ഗവൺമെൻറ് ഉണ്ടാക്കണം. ഞങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? ഈ കടബാധ്യത ഒന്നും വല്ലാണ്ട് വിഷമിക്കേണ്ട. ഗ്രോത്തിൻ്റെ ഇത്ര ശതമാനം വരെ കടമെടുക്കാം. ഇതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കോവിഡ് കാലത്ത് ഒരു ഗതിയും പരഗതി ഇല്ലാത്തപ്പോൾ മാന്ദ്യവിരുദ്ധ പാക്കേജ് ഇറക്കിയത്. മാന്ദ്യവിരുദ്ധ പാക്കേജിൻ്റെ ഭാഗമായിട്ട് അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു കേരളത്തിലെ LDF. സർക്കാർ ജീവനക്കാരുടെ വീട്ടിൽ കിറ്റ് കിട്ടിയില്ലേ? സർക്കാർ ജീവനക്കാരുടെ വീട്ടിൽ കിറ്റ് കൊടുത്തില്ലേ? എങ്ങനെ കിറ്റ് കൊടുത്തത്? കോവിഡ് കാലത്ത് ഗതിയില്ലാതിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് കൊടുക്കുമ്പോൾ വിവേചനമില്ല. നിങ്ങൾ ജീവനക്കാരനാണ്, ശമ്പളമുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, കിറ്റ് എല്ലാവർക്കും കൊടുത്തു. ഗവൺമെൻറ് എങ്ങനെയാണ് പെരുമാറിയത് കോവിഡ് 19 കാലത്ത്? അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രളയം വന്ന് മറന്നുപോയോ? 2018, 2019, ഓക്കി, നിപ്പ എന്തെല്ലാം കോവിഡ്, ഇതെല്ലാം പറഞ്ഞ് നിലവിളിക്കുന്ന സർക്കാരല്ല. നമ്മുടെ പ്രോബ്ലം എന്താണ്? ഒന്നാമത്തെ പ്രോബ്ലം 2000 കാലത്ത്, ആൻ്റണി വരുന്ന കാലത്ത്, ധവളപത്രം ഇറക്കിയ കാലത്ത് നിന്ന് ഇന്നത്തെ വ്യത്യാസം എന്താണ്? ഇന്നത്തെ ഒന്നാമത്തെ വ്യത്യാസം, ഈ സർക്കാർ ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക, DA കുടിശ്ശിക, ഇത് നമുക്ക് വേണമെങ്കിൽ PF ലയിപ്പിക്കാം. അങ്ങനെയാണ് പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് PF ലയിപ്പിച്ചൊരു ഉത്തരവിറക്കിയാൽ ഇന്നത്തെ കേരളത്തിൻ്റെ ബഡ്ജറ്റിൻ്റെ ഭാഗമായി അതിനെ കണക്കെഴുതാൻ കേന്ദ്രം ഇരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? കേരളത്തിൻ്റെ വികസനം മുടങ്ങും. അപ്പോൾ കേരളത്തിൻ്റെ വികസനം മുടങ്ങാതിരിക്കാൻ സർക്കാർ ജീവനക്കാരോട് കേരളത്തിലെ സർക്കാർ പറയുന്നത്, നിങ്ങളുടെ ഈ കുടിശ്ശിക എല്ലാം കൂടെ കണക്കാക്കി 20,000 കോടി രൂപയുടെ കുടിശ്ശിക വരും. 20,000 കോടി രൂപയുടെ കുടിശ്ശിക വരും. അത് 2-3 കൊല്ലക്കാലം കൊണ്ട് എല്ലാ കാര്യവും പരിഹരിക്കാം. ശമ്പള പരിഷ്കരണവും നടപ്പാക്കിക്കൊള്ളാം. നീ ജീവനക്കാരുടെ കയ്യിൽ ചെങ്കൊടി പിടിക്കുന്നുണ്ടെങ്കിൽ, ചെങ്കൊടിയാണ് പിടിക്കുന്നതെങ്കിൽ ആ ജീവനക്കാർക്കൊരു ബോധ്യം ഉണ്ടാകണം. എന്താ ബോധ്യം? ആ ബോധ്യം ഉള്ളവരുമുണ്ട്, ഇല്ലാത്തവരുമുണ്ട്. ആ ബോധ്യം എന്താണെന്ന് വെച്ചാൽ തൊഴിലാളിക്ക് ശമ്പളം കൊടുക്കണം, കൂലി കൊടുക്കണം എന്ന് പറയുന്ന ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ്. ഞങ്ങൾക്ക് എന്താ അഭിമാനം? ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന കൂലി അസംഘടിത മേഖലയിൽ വാങ്ങിച്ചു കൊടുത്തിട്ടും സംഘടിത മേഖല വാങ്ങിച്ചു കൊടുത്തിട്ടും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്പർ 1 കേരളം. അതാണ് ഞങ്ങളുടെ അഭിമാനം. അതുകൊണ്ട് തകരുന്ന കേരളമല്ല. ഈ വാദം ആളുകളോട് പറയാൻ ഞങ്ങൾക്ക് അവസരം കിട്ടി. കേന്ദ്ര സർക്കാർ കേരളത്തെ ദ്രോഹിക്കുന്നോ ഇല്ലയോ ചോദ്യം. ഇപ്പം എന്താ ബോധ്യം ഉണ്ടായിരിക്കുന്നത്? കേന്ദ്രത്തിൻ്റെ നികുതി വിഹിതം ഏറ്റവും കുറവ് കേരളത്തിനാണ് കിട്ടുന്നതെന്ന് ഞങ്ങൾ നാട്ടുകാരോട് പറഞ്ഞു. നവകേരള സദസ്സിൽ പറഞ്ഞത്, ജനകീയ പ്രതിരോധ ജാഥയിൽ നാട്ടുകാരോട് പറഞ്ഞത് ശരിയാണെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ ഒരവസരം കൂടിയാണ് സമരക്കാർ തന്നത്. അതിന് അവരോട് നന്ദിയേ ഉള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. നേരത്തെ ആംഗിൾ പറഞ്ഞു. അപ്പോഴും ഈ ചെങ്കൊടി പിടിക്കുന്ന ജോയിന്റ് കൗൺസിൽ അംഗങ്ങളും ഈ യാഥാർത്ഥ്യം
മനസ്സിലാക്കണം എന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, അവരുടെ കയ്യിലെ കൊടിയുടെ നിറം എന്താണെന്ന് അവർ ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവില്ല. NGO യൂണിയൻകാർ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. നിങ്ങളിവിടെ വീണ്ടും അതെ 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 ആയിക്കോട്ടെ. വെറുതെ നിങ്ങൾ വെറുതെ കൊടി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. ശരി, വെറുതെ കൊടി പിടിച്ചിട്ട് കാര്യമില്ല. പിടിക്കുന്ന കൊടി എന്താണെന്നും ആ കൊടിയുടെ അർത്ഥം എന്താണെന്നും പറയണം. ഒരിക്കലും മനുഷ്യന്റെ വിയർപ്പിനെ തിരിച്ചറിയുന്ന കൊടിയുടെ നിറമാണ് ചെങ്കൊടിക്ക്. അത് ഒരു കാരണവശാലും. എന്താണ് അനിൽ ബോസ്? അനിൽകുമാറിനോട് ഞാൻ പറയാനുള്ളത്, ഇത് നമ്മൾ തമ്മിൽ വേണമെങ്കിൽ രാഷ്ട്രീയം പറഞ്ഞ് നമുക്ക് തർക്കിക്കാം, വളരെ വിശാലമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകാം. പക്ഷേ നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന NGO യൂണിയനിൽപ്പെട്ട അംഗങ്ങളടക്കം സമരം ചെയ്യുമ്പോൾ അവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ അപഹസിക്കുന്ന സമീപനം നിങ്ങൾ ചർച്ചകളിൽ സ്വീകരിച്ചു പോയിട്ട് കാര്യമില്ല. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഭരിക്കുന്ന സർക്കാരിൻ്റെ ഭാഗമായിരിക്കുന്ന ഒരു പ്രതിനിധി ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അവരെ അപഹസിച്ച് സമരത്തിൽ പങ്കെടുത്തവരെല്ലാം കാശുമോഹികളാണ്, സാമ്പത്തിക മോഹികളാണ്, പണ താല്പര്യക്കാരാണ് എന്ന് പറഞ്ഞ് അപഹസിച്ച് അദ്ദേഹം പലവട്ടം ഒരു വിശദീകരണം കൂടി അദ്ദേഹത്തിന് അടക്കം കൊടുക്കേണ്ടതായിട്ട് വരും. താങ്കൾ അങ്ങനെ ഒരു ശൈലി സ്വീകരിച്ചു ശരിയല്ലേ? ഞാൻ ചോദിക്കുന്ന ശരത്തെ ജീവനക്കാരുടെ സമരത്തെ അപഹസിക്കുക, അവരുടെ ആവശ്യങ്ങളെ അവകാശങ്ങളെ അപഹസിക്കുക മാത്രമല്ല അവരുടെ വ്യക്തിത്വത്തെ കളിയാക്കാണ് ചെയ്തത്. അദ്ദേഹം ജീവനക്കാരുടെ വ്യക്തിത്വത്തെ ചലഞ്ച് ചെയ്യാണ് അനിൽകുമാർ ഈ ചർച്ച ചെയ്തത്. അവരെല്ലാം പണ താല്പര്യത്തിലാണ്. പിന്നെ അവർ ജോലി ചെയ്യുന്നതിന്റെ കൂലി, അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യം ചോദിച്ച് സമരം ചെയ്താൽ അതെങ്ങനെയാ പണ താല്പര്യം? അവർ ചെയ്ത ജോലിയുടെ ശമ്പളം, അവരുടെ ശമ്പളം, അവരുടെ അർഹതപ്പെട്ട ആനുകൂല്യം, അതാണ് അവർ ചോദിക്കുന്നത്. ഈ പോയിന്റിൽ ഒരു വിശദീകരണം ഉണ്ടോ? വേണോ? ഞാൻ ആരെയും അപഹസിച്ചില്ല. തൊഴിലാളിയെ കൂലി വാങ്ങിക്കാൻ പഠിപ്പിച്ചത് ഞങ്ങളാണെന്നാണ് ഞങ്ങളുടെ അവകാശവാദം. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന കൂലി വാങ്ങിച്ചു കൊടുക്കുന്ന സ്റ്റേറ്റ് കേരളമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇവിടെ ഇത്രയും ഗുരുതരമായ സാഹചര്യം വന്നപ്പോൾ കേരള സർക്കാർ ശമ്പള വർധന ഉറപ്പാക്കി. അടുത്ത ശമ്പള പരിഷ്കരണം നടപ്പാക്കുമെന്ന് വരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞത് അടുത്ത ശമ്പള പരിഷ്കരണം 10 കൊല്ലം എന്നുള്ള കോൺഗ്രസിന്റെ വാദം ശരിയല്ല. കോൺഗ്രസ് ഇന്ത്യയിൽ നടപ്പാക്കുന്ന 10 കൊല്ലം, BJP ഇന്ത്യയിൽ നടപ്പാക്കുന്ന 10 കൊല്ലം, അതല്ല 5 കൊല്ലത്തിനകം ശമ്പള പരിഷ്കരണം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പോൾ അപകസിക്കല്ല. പക്ഷേ ഈ സാഹചര്യത്തിൽ ഈ അല്പം ബാധ്യത ഞങ്ങൾക്കുണ്ട് എന്നതുകൊണ്ട് അല്പം സമയം ഞങ്ങൾ ചോദിക്കുന്നു. പ്രശ്നം അതല്ല. ഞങ്ങളുടെ പോയിന്റ് 62 ലക്ഷം മനുഷ്യർക്ക് 1600 രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്നുണ്ട്. അതൊന്ന് വർദ്ധിപ്പിക്കാൻ പോവാ. പറയട്ടെ അതൊന്ന് വർദ്ധിപ്പിക്കാൻ പോവാ. അപ്പോൾ അത് ആദ്യം കൊടുക്കണോ അതോ ഈ കാര്യത്തിൽ ഇച്ചിരി കടം പറയുകയാണോ നല്ലത്? നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങൾ പറയുകയാണ്. ഞങ്ങൾ പറയണത് ഈ 62 ലക്ഷം മനുഷ്യരുടെ കാര്യത്തിൽ ഒരല്പം വർധന അപഹസിക്കലല്ല, അവരുടെ അവകാശത്തെ അനിൽ ബോസ് അതാണ്. അതായത് ഇത് അപഹസിക്കലല്ല, ഇത് ജീവനക്കാർക്ക് അവകാശപ്പെട്ടതാണ്. ആ അവകാശത്തെ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് തന്നെ കടം പറയലാണ്. വളരെ ശരത്തെ ഒരൊറ്റ സെക്കൻഡ്. ഇന്ന് നടത്തിയ സമരം ഞാൻ നേരത്തെ പറഞ്ഞു, ജോയിന്റ് കൗൺസിൽ അടക്കമുള്ള ആളുകൾ ഈ സമരത്തിന്റെ ഭാഗമായി ഇന്ന് പലവട്ടം നമ്മൾ പറഞ്ഞു. ഞാൻ അതിലേക്ക് വീണ്ടും പോകുന്നില്ല. ഇന്ന് NGO യൂണിയന്റെ ഔദ്യോഗിക നേതൃത്വം നടത്തിയ നിലപാടുണ്ടല്ലോ, ഈ സമരത്തിനെതിരായ നിലപാട്, ആ നിലപാടിനൊപ്പം നിന്ന ഏക സംഘടന, ഉദ്യോഗസ്ഥരുടെ സംഘടന ആരാന്നറിയാവോ? NGO സംഘമാണ്. BJPയുടെ ഉദ്യോഗസ്ഥ സംഘടനയാണ് CPMന്റെ NGO യൂണിയന്റെ ഔദ്യോഗിക നിലപാടിനൊപ്പം നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കേരളത്തിൽ ജീവനക്കാർ നേരിടുന്ന ഈ പ്രതിസന്ധി BJPയുടെ തൊഴിലാളി സംഘടനയും CPMന്റെ തൊഴിലാളി സംഘടനയും ഒരേ നിലപാടെടുത്തു. അത് അനിൽ ബോസ് അതിന് കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ വിശദീകരണം ആയിക്കോട്ടെ. താങ്കളുടെ ഭാഗം പറയുമ്പോൾ അതൊക്കെ ഉണ്ടാവേണ്ടതാണ്, ആയിക്കോട്ടെ. ഞാൻ പക്ഷേ മുമ്പും ഇപ്പോഴും പറയുന്നത് അറ്റൻഡൻസ്, ഹാജർ നില പ്രധാനമാണ്. ആ ഹാജർ നിലയിൽ 90% അറ്റൻഡൻസ് ഉണ്ട്. സ്കൂളുകൾ നന്നായി പ്രവർത്തിച്ചു, ഒരു പണിമുടക്ക് പൊളിഞ്ഞു എന്നതിന് ഇതിൽ പരം മറ്റൊരു കണക്കിൻ്റെയും ആവശ്യമില്ല. ഞാൻ ശ്രീ ജയചന്ദ്രനിലേക്കാണ് വരുന്നത്. ശ്രീ ജയചന്ദ്രൻ, ജനങ്ങൾക്കിടയിൽ പല താരതമ്യങ്ങളും ഉണ്ടാവില്ലേ? 2 ടേമായി അടുപ്പിച്ചു ഭരിക്കുന്ന LDF
തൊട്ടപ്പുറത്ത് AK ആൻ്റണിയും ഉമ്മൻചാണ്ടിയും ഭരിച്ച UDF സർക്കാരുകൾ മുമ്പ് പലതവണ വന്നതാണ്. ശമ്പള കമ്മീഷൻ കോവിഡ് കാലത്ത് പോലും അതുപോലെ തന്നെ ആ ബാധ്യത ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ഞാൻ നേരത്തെ ശ്രീ അനിൽ ബോസിനോട് പറഞ്ഞല്ലേ, UDF കാലത്ത് 20% വരെ DA കുടിശ്ശിക ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. ഇവിടെ കുടിശ്ശികയുള്ളപ്പോൾ തന്നെ അതിന് കുറച്ചുകൂടി വീട്ടുന്നതിന് കാലതാമസം അല്ലെങ്കിൽ ഒരു സമയം ചോദിക്കലാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയുന്നു. രണ്ടാമത്തെ ലീവ് സറണ്ടർ നേരത്തെ ഞാൻ പറഞ്ഞതാണ്. അതുപോലെ തന്നെ PSC നിയമനം, രാജ്യത്താകെയുള്ള PSC നിയമനത്തിൻ്റെ 60% കേരളത്തിലാണ് കണക്കുകൾ. അതുപോലെ തന്നെ 40,000-ഓളം പുതിയ തസ്തികകളുടെ സൃഷ്ടിക്കൽ. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രീ ജയചന്ദ്രൻ പരിശോധിച്ചു പോകേണ്ടതാണ്. മെഡിസെപ്പ് 500 രൂപയ്ക്കാണ് നമുക്ക് പ്രീമിയത്തിന് പ്രായഭേദമന്യേ മെഡിസെപ്പിലേക്ക് പോകാൻ പറ്റുന്നത്. പക്ഷേ പ്രായമായവർക്ക് മറ്റ് മെഡിക്കൽ ഇൻഷുറൻസിലേക്ക് പോയാൽ മിനിമം 50,000 രൂപ വേണം. 500 രൂപയ്ക്ക് അതിൻ്റെ കണക്കുകളും ഒക്കെ ഇന്ന് പൊതുസമൂഹത്തിൻ്റെ മുമ്പിലുണ്ട്. 101 വയസ്സായ ഒരാൾക്കും ഈ പരിരക്ഷ ലഭിച്ച അനുഭവം കേരളത്തിൻ്റെ മുമ്പിലുണ്ട്. മെഡിസെപ്പ് വേണ്ട എന്നാണോ പ്രതിപക്ഷം പറയുന്നത് എന്ന് ഇന്ന് ധനകാര്യമന്ത്രി അഭിപ്രായം പറയണം. പ്രതിപക്ഷം ഇതേക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കുന്നതും സഭയിൽ കേട്ടു. അപ്പോൾ ഈ താരതമ്യങ്ങൾ വന്നാൽ ഇത് കേരളത്തിലെ ജീവനക്കാർക്കും ബാധകമല്ലേ? മാത്രമല്ല കേന്ദ്ര സർക്കാർ സൃഷ്ടിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി എന്ന യാഥാർത്ഥ്യം അതും പരിഗണിക്കപ്പെടേണ്ട ഒരു വിഷയമാണോ ജീവനക്കാരടക്കം? ശ്രീ ജയചന്ദ്രൻ. ശരത്ത്, ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കാണാതെ പോകാൻ പാടില്ലാത്തതാണ്. കാരണം ഇത് സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാതിരിക്കുന്ന സർക്കാർ നിലപാടിനെതിരെയുള്ള പ്രതിഷേധം എന്നുള്ള ഒരു വൺ പോൾ അജണ്ടയിലേക്ക് മാത്രമായിട്ട് ചുരുക്കുന്നത് ഒട്ടും ശരിയല്ല. കാരണം നമ്മള് മുഖ്യമന്ത്രിയുടെ ജൂലൈ 10 ചട്ടം 300-നെ കുറിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ. അതിന്റെ ഫേസിംഗ് പേജിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ആ പ്രസ്താവനയുടെ ഫേസിംഗ് പേജിൽ തന്നെ അദ്ദേഹം പറയുന്നു, 2022 മാർച്ച് 31-ന് കേന്ദ്ര സർക്കാർ അതുവരെ ഇല്ലാത്ത വിധം സംസ്ഥാനത്തിന് നന്നായി ഞെക്കിക്കൊണ്ട് വായ്പാ പരിധി കുറയ്ക്കുന്നെടുത്ത തീരുമാനമാണ് സംസ്ഥാനത്തിന്റെ ധനപ്രതിസന്ധിയെ മൂർച്ഛിപ്പിക്കാൻ ഇടയാക്കിയത്. അത് വ്യക്തമായി പറയുന്നുണ്ട്. മറ്റൊരു കണക്ക് ഉണ്ട് സ്ഥലത്തെ, അത് ഇതിനകത്ത് ഇല്ലാത്തതാണ്. മറ്റൊരു വസ്തുതയുള്ള എന്താണെന്നറിയാമോ? നമ്മുടെ അത് 1972 ഒരു കണക്കുണ്ട്. നമ്മളുടെ വിദേശ വരുമാനം ഗൾഫ് മേഖല എന്നുള്ളതാണ്. ആ സമയത്താണ് തുടങ്ങുന്നത്. ആ വർഷത്തെ 1972 വിദേശ നാണ്യ വരുമാനം ഗൾഫ് റെമിറ്റൻസ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് 8,31,00,000 രൂപയാണ് 1972. ഓർക്കണം. അതേസമയം 2022 ഇത് എത്രയാണെന്ന് അറിയാമോ? ഗൾഫ് റെമിറ്റൻസ് വന്നേക്കുന്നത് 1,30,000 കോടി രൂപ. 1972 8,31,00,000 നിന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് 2022 1,30,000 കോടി എന്ന അതിബൃഹത്തായ ഒരു വോള്യത്തിലേക്കാണ്. അത് ആ പണം മുഴുവനും ഇവിടെ എങ്ങനെയാണ് ചെലവഴിക്കുന്നത്? അത് നമ്മൾ ഈ മറ്റ് ഇതര സംസ്ഥാന തൊഴിലാളികൾ, അതിഥി തൊഴിലാളികളുടെ കാര്യമൊക്കെ പറയുന്നു. അവർക്ക് ഇവിടം ഗൾഫാണ് കേരളം. ആ നിലക്കാണ് കേരളം അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ കേരളത്തിന്റെ പ്രാഥമിക മേഖലയിലും ദ്വിതീയ മേഖലയിലും തൃതീയ മേഖലയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള വികസനത്തിന്റെ വലിയൊരു വോള്യമുണ്ട് ഈ റെമിറ്റൻസ് വഴി വന്നിട്ടുള്ളത്. അതൊക്കെ കൂടെ നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നത്. സർക്കാർ, പ്രത്യേകിച്ചും മുഖ്യമന്ത്രി എപ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, ധനമന്ത്രിയും പറയുന്ന കാര്യമുണ്ട്, നമ്മൾ എങ്ങനെയാണ് തനത് വരുമാനം. നമ്മൾ ഈ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരേണ്ടത് വളരെ വിപുലമായൊരു സമ്പദ്ഘടനയുമായി ബന്ധപ്പെട്ട ധനവരവിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ചർച്ചയിലേക്ക് നമുക്ക് പോകുമ്പോഴാകാം. പക്ഷേ സമരം ചെയ്യുന്നവർക്ക് അവരുടെ മുമ്പിൽ അവരുടെ കാര്യം, അവരുടെ പ്രശ്നം, അതിന് പരിഹാരം എന്നത് മാത്രമാണല്ലോ. അത് ആ നിലയിൽ ഒരു സമരത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ എന്നാൽ ആ സമരം ഒട്ട് വിജയിച്ചിട്ടുമില്ല എന്നൊരു അവസ്ഥയിലല്ലേ സമരം കഴിയുമ്പോൾ കേരളം നിൽക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞു വരുന്നതും അത് തന്നെയാണ്, അതിലേക്ക് തന്നെയാണ് എത്തിച്ചേരുന്നത്. നമുക്ക് അങ്ങനെയുള്ള ഒരുപാട് കൺസ്ട്രെയിൻസ് ഉള്ളപ്പോഴും നമ്മൾ തനത് വരുമാനം കൊണ്ട് സ്റ്റേറ്റിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ഇതാണ് ജീവനക്കാരോട് തുറന്നു പറഞ്ഞ കാര്യം. ആരാണ് പറഞ്ഞത്? സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിലാണ് ചട്ടം 300 പ്രകാരം ഇക്കാര്യം തുറന്നു പറഞ്ഞത്. കേരളീയ പൊതുസമൂഹത്തിനോട്, തന്റെ സ്വന്തം ജനങ്ങളോട് പറഞ്ഞു. അത് ജീവനക്കാർ ഉൾക്കൊണ്ടു. അതാണ് കണ്ടത്. അപ്പോഴാണ് ഈ സൂചനാ പണിമുടക്ക് വരുന്നത്. എന്താണ് സൂചനാ പണിമുടക്ക് വരുന്നത്? ഞാൻ അവിടെ നിന്ന് ഇടപെടുന്നു ഒരു ഇടവേളയിൽ. അതായത് ഈ യാഥാർത്ഥ്യങ്ങളുണ്ട്, ഈ യാഥാർത്ഥ്യങ്ങളെ നിഷേധിച്ചിട്ടില്ല.
പണം നൽകാനുണ്ട്. ഈ സാഹചര്യങ്ങളിലൂടെ ഒരു നാട് കടന്നു പോകുന്നു. പക്ഷേ നാട്ടിൽ അടിയന്തരമായി ചെയ്യേണ്ട ഒരു ചെലവും ചുരുക്കാതെ കട്ട് ചെയ്യാതെ അത് മുന്നോട്ട് കൊണ്ടുപോവുക, ക്ഷേമ പെൻഷൻ അടക്കം ആ കുടിശ്ശിക അടക്കം കൊടുക്കുക. അവിടെ ജീവനക്കാർക്ക് നൽകേണ്ട കാര്യങ്ങളിൽ ഒരു സമയപരിധി ചോദിക്കുന്നു. അതടക്കമുള്ള ഉറപ്പുകൾ നിയമസഭയ്ക്ക് അകത്തും പുറത്തും കൊടുക്കുന്നു. ആ കാലത്തിലൂടെ കടന്നു പോകുന്നു. ആ കാലം അതിക്രമിച്ചിട്ടില്ല. ഈ സാമ്പത്തിക വർഷം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെ എന്തിന് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് പോകുന്നു? അപ്പോൾ പിന്നെ അത് രാഷ്ട്രീയ പ്രേരിതമല്ലേ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്നത്തെ സമരം നൽകി. കാരണം സമരത്തിന് ആളെ കിട്ടാതെ വന്നു. സർക്കാർ ഓഫീസുകളും സ്കൂളുകളും നല്ല നിലയിൽ പ്രവർത്തിക്കുന്നത് കണ്ടു എന്നുള്ളതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി. കേട്ടോ അനിൽ ബോസ്, ഇതേക്കുറിച്ച് നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നൊരു മെസ്സേജിൽ പല മെസ്സേജുകൾ വന്നതിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ പണിമുടക്കിൽ KPSTA പോലും ഒരുപാട് സ്ഥലങ്ങളിൽ സ്കൂളുകളിലേക്ക് ഇന്ന് വന്നു എന്നൊരു മെസ്സേജ്. അതുപോലെ തന്നെ ഒരു ആരോഗ്യ പരിശോധന, മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ നടത്തിയാണ് പ്രീമിയം ഒക്കെ തീരുമാനിക്കുന്നത് സ്വകാര്യ മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനികൾ. ഒരു മെഡിക്കൽ പരിശോധന പോലും ഇല്ലാതെയാണ് മെഡിസെപ്പ് എന്ന് ആഡ് ചെയ്യുന്നുണ്ട് ആളുകൾ ഈ ചർച്ച കണ്ടുകൊണ്ട്. അപ്പോൾ സംഗതി മോശമല്ല, ആളുകൾ നന്നായി കാണുന്നുണ്ട്. അനിൽ ബോസ്, അവിടെ ഒരു പ്രശ്നം, ഇങ്ങനെ യാഥാർത്ഥ്യം ഒരു സർക്കാർ നൽകിയ ഉറപ്പ് ഇതൊക്കെ ഈ ജീവനക്കാർക്ക് മുമ്പിലുള്ളപ്പോൾ, അധ്യാപകർക്ക് മുമ്പിലുള്ളപ്പോൾ, അതിനപ്പുറം അതിലൊരു വിഭാഗത്തെ തെറ്റിദ്ധരിപ്പിച്ചോ അല്ലെങ്കിൽ രാഷ്ട്രീയമായി സമ്മർദ്ദം ചെലുത്തിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവേശം സൃഷ്ടിച്ചോ ഒരു സമരത്തിലേക്ക്, ഒരു പണിമുടക്കിലേക്ക് അവരെ തള്ളിവിട്ട കേരളത്തിലെ പ്രതിപക്ഷത്തിനേറ്റ തിരിച്ചടി എന്നതുകൂടി രാഷ്ട്രീയമായി നിങ്ങൾക്ക് മുമ്പിലില്ലേ? ദയവായി അതിൽ ജോയിൻറ്റ് കൗൺസിലിനെ കൂട്ടുപിടിക്കരുത്. തൽക്കാലം അവർ അപ്പുറത്തെ മുന്നണിയിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ രാഷ്ട്രീയ പരാജയം നിങ്ങൾക്കല്ലേ ആത്യന്തികമായി അനിൽ ബോസ്? അതെ അതെ, വേഗം തീർക്കാം ശ്രീ അനിൽകുമാർ, വേഗം തീർക്കാം. അല്ല, ഞാൻ ശരത്തിന്റെ സംതൃപ്തിക്ക് വേണ്ടി, എൻ്റെ സംതൃപ്തി ഒന്നും വിഷയമല്ല, ശരത്തിന്റെ സംതൃപ്തിക്ക് വേണ്ടി ഞാൻ എല്ലാം സമ്മതിച്ചിടാൻ തയ്യാറാണ്. മുഴുവൻ ആളുകൾക്കും സൗജന്യ ചികിത്സ കിട്ടുന്നുണ്ട്. മെഡിസിപ്പ് കൊണ്ട് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും പ്രയോജനം കിട്ടുന്നുണ്ട്. എല്ലാവരുടെയും ശമ്പളം ജീവനക്കാർക്കെല്ലാം കൃത്യമായി കൊടുക്കുന്നുണ്ട്. പെൻഷൻകാരുടെ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൊടുക്കുന്ന സൽഗുണ അല്ല, ഞാൻ പറയുന്നത് ഇതെല്ലാം ശമ്പളം, DA എല്ലാം, ക്ഷാമാശ്വാസം എല്ലാം നിങ്ങൾ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഒരു കുഴപ്പമില്ല. നല്ല സാധാരണ ജീവനക്കാരുടെ അടുത്തോട്ട് എല്ലാവരും അവർ താടിക്കിട്ട് തേമ്പും. അല്ലല്ല, ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. അതുകൊണ്ട് ജീവനക്കാരുടെ അടുത്ത് എല്ലരുത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല. മുട്ടുമടക്കുന്നതിനും ഞാൻ കേട്ടില്ല. നിങ്ങൾ താടിക്കിട്ട് തേമ്പരുത്. NGO യൂണിയൻകാരടക്കമുള്ള സാധാരണ ജീവനക്കാർ താടിക്കിട്ട് തേമ്പരുത്. അത്ര എനിക്ക് പറയാം. കേട്ടല്ലോ മറുപടി. അനിൽകുമാർ കേൾക്കാമോ? കോള് കട്ടാണ്. റൈറ്റ്, അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പലതവണയും അദ്ദേഹത്തിൻ്റെ ഫോൺ കട്ടായിട്ടുണ്ട്. ശ്രീ ജയചന്ദ്രൻ, കോൺഗ്രസിൻ്റെ ഈ ഒരു കാഴ്ചപ്പാട്, അതായത് സർക്കാർ ഉണ്ടെങ്കിലും അദ്ദേഹം പറഞ്ഞ ഒരു സമയത്തും ശരത് അദ്ദേഹത്തിന് ഒരു തടസ്സവും വരുത്തിയില്ല എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ഒരു തടസ്സവുമില്ല, കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള. അനിൽ ബോസിനും കൂടുതൽ പറയാനും തിരുത്തി പറയേണ്ട കാര്യങ്ങളും ഒക്കെ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളൂ. ശ്രീ ജയചന്ദ്രൻ, ഇപ്പോൾ അനിൽ ബോസ് പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ സാധ്യത പ്രതിപക്ഷത്തിന് ഈ പണിമുടക്കുമായി ഇപ്പൊ കേൾക്കാമോ? അതായത് എന്താ താടിക്കിട്ട് തട്ടുമെന്നോ മറ്റുമാണ് പറഞ്ഞത്. നിങ്ങളെയൊക്കെ ജീവനക്കാർ താടിക്ക് തട്ടും. എക്കോയാണിത്. റൈറ്റ്, കേൾക്കാനാവും. ശ്രീ ജയചന്ദ്രൻ, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. കോൺഗ്രസിൻ്റെ ഒരു സാധ്യത തേടലുണ്ട് ഈ സമരത്തിലൂടെ രാഷ്ട്രീയമായി. അതിന് അത് എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ഇന്നത്തെ ഈ സമരത്തെ ഒന്ന് നമ്മൾ വിശകലനം ചെയ്തല്ലോ, കൺക്ലൂഡ് ചെയ്യുമ്പോൾ. അല്ല, ഇതിൻ്റെ അകത്ത് കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിലുള്ള ഈ ചെറിയ ലഘുവായിട്ടുള്ള രാഷ്ട്രീയ നേട്ടം പോലും ഇന്നത്തെ സമരത്തിൽ നിന്ന് രൂപപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. ശരി. കാര്യം നിയമസഭയിൽ ധനമന്ത്രി കാര്യങ്ങൾ വ്യക്തമായി മറുപടി പറഞ്ഞതോടുകൂടി ആ സമരത്തിന്റെ ഈ ആയുസ് തന്നെ കാറ്റുപോയ ബലൂൺ പോലെ ആയി പോയല്ലോ. അത് സ്വാഭാവികമായും അങ്ങനെയല്ലേ. അതുകൊണ്ട് തന്നെ അതിന്റെ അകത്ത് രാഷ്ട്രീയ നേട്ടം അനുഭവ സത്യനേരമാണെങ്കിലും പറയാനുള്ളതല്ലാതെ. ശ്രീ അനിൽ ബോസ് പറഞ്ഞു വെച്ചത് സർക്കാരിന് അല്ലെങ്കിൽ സർക്കാരിന്റെ രാഷ്ട്രീയത്തോട് ജീവനക്കാർ താടിക്ക് തട്ടും വിധം അകന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അനിൽകുമാർ, നമുക്ക് വേഗം അവസാനിപ്പിക്കാം. പലതവണ താങ്കളുടെ കോള് കട്ടായി. കേരള സർക്കാർ പിണറായി സർക്കാരിൻ്റെ കാലത്ത് കേരളം എല്ലാ കാര്യത്തിലും മികവാർ നിലയിൽ മുന്നിൽ വന്നത് സർക്കാർ ജീവനക്കാർ സർവീസ് എന്ന നിലയ്ക്ക് കേരളത്തിന് വേണ്ടി, ഗവൺമെൻറ്റിന് വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് സർക്കാർ ജീവനക്കാർ സർക്കാരിനൊപ്പമാണ്.
ആ ജീവനക്കാർക്ക് അവരാഗ്രഹിക്കുന്ന പ്രകാരം ചില ആനുകൂല്യങ്ങൾ കുടിശ്ശികയായി കിടക്കുന്നു, കൊടുക്കാനാവാത്ത പരിമിതി സംസ്ഥാന സർക്കാരിനുണ്ട്. ഇതാണ് പ്രശ്നം. അത് പരിഹരിക്കാൻ LDFന് ഇപ്പോൾ സാധിക്കാത്തത് കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന കടന്നാക്രമണം കൊണ്ടാണ്. കേരളം വളരുന്നു എന്നതുകൊണ്ട്, വളരുന്ന നികുതി വളർച്ചയുടെ മുമ്പിൽ നിന്നുകൊണ്ട് എല്ലാ ബാധ്യതയും വീട്ടാനാകും എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സർക്കാരിന് കഴിയും. അതുകൊണ്ട് ഈ വിവാദം, ഈ സംവാദം, ഈ പണിമുടക്കിൽ പങ്കെടുത്തവർ നടത്തിയ സംവാദം ഞങ്ങൾക്ക് നഷ്ടമല്ല ഉണ്ടാക്കുന്നത്, രാഷ്ട്രീയ വിജയം, പുതിയ ബോധ്യങ്ങളാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞങ്ങളുടെ കാഴ്ച. അപ്പോൾ അനിൽ ബോസ്, നമുക്ക് അടുത്ത ചർച്ചയിൽ കാണാം. ഏതായാലും സമരം ചെയ്തവരെ ശത്രുപക്ഷത്ത് നിർത്തുക എന്നുള്ളതല്ല സർക്കാർ ഉദ്ദേശിക്കുന്നത്. അവരെ അടക്കം കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. അതിനെ ഒരു രാഷ്ട്രീയ സാധ്യത തേടലായി പ്രതിപക്ഷം കണ്ടാൽ അത് ഏശില്ല എന്ന ആത്മവിശ്വാസം സർക്കാരിനും ഭരണമുന്നണിക്കും അല്ലെങ്കിൽ LDFനാകെയും ഉണ്ട് എന്നാണ് ഇപ്പോൾ ശ്രീ അനിൽകുമാർ പറഞ്ഞു വെച്ചത്. ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം, DA കുടിശ്ശിക അടക്കമുള്ള കാര്യങ്ങളിൽ നിലനിൽക്കുന്ന സാമ്പത്തിക സാമൂഹ്യ സാഹചര്യങ്ങൾ വിശദീകരിച്ച് കൂടുതൽ സമയം അവരിൽ നിന്ന് വാങ്ങിച്ച്, അതേസമയം മുഖ്യമന്ത്രി അടക്കം സഭയിൽ കൊടുത്ത ഉറപ്പിനനുസരിച്ച് അത് കൊടുത്തു തീർക്കും എന്ന ഒരു വ്യക്തമായ ഉറപ്പ് അവർക്ക് മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെയാവണം ഇന്ന് വലിയ സാധ്യതയോടെ, വലിയ രാഷ്ട്രീയ ആവേശത്തോടെ പ്രതിപക്ഷം മുൻകൈയെടുത്ത് കൊണ്ടുവന്ന ഈ പണിമുടക്ക് എന്നുള്ളത്, സൂചനാ പണിമുടക്കാവട്ടെ എന്തുമാവട്ടെ, അതൊരു തികഞ്ഞ പരാജയമായി പോയത്. വലിയ അറ്റൻഡൻസാണ്, ഹാജരാണ്, 90% ഹാജരാണ് സർക്കാർ ഓഫീസുകളിലും അതുപോലെ സ്കൂളുകളുടെ പ്രവർത്തനത്തിനും ഒരു മുടക്കവും സംഭവിച്ചിട്ടില്ല എന്നതിലൂടെ തെളിഞ്ഞത്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.